എന്നും നീറിപ്പോഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ പാലസ്തീൻ ഇസ്രായേൽ വിഷയം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 മാധ്യമപ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു ചെറിയ ചർച്ചയാണ് ഇന്ന്. ഇതിൽ പങ്കെടുക്കുന്നവർ ഒരു സ്വതന്ത്ര മാധ്യമപ്രവർത്തകയായ അഞ്ജന ശങ്കർ, US അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകയാണ്. യമനിലെയും സിറിയയിലെയും പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലൊക്കെ അതുപോലുള്ള മറ്റ് അന്താരാഷ്ട്ര സംഘർഷങ്ങളിലും കുടിയേറ്റ വിഷയങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ്. ന്യൂയോർക്ക് ടൈംസ്, ദി ബോസ്റ്റൺ ടോപ്പ്, ദ നാഷണൽ ഗൾഫ് ന്യൂസ്, ഖലീജ് ടൈംസ് തുടങ്ങിയ ഇതിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ്. 20 വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. അടുത്തതായി ശ്രീ മുഹമ്മദ് നസീർ. അദ്ദേഹം മുൻ ഡെപ്യൂട്ടി എഡിറ്ററാണ് ഹിന്ദു ദിനപത്രത്തിന്റെ. രണ്ടുപേർക്കും സ്വാഗതം. നമുക്കാദ്യം അഞ്ജന ശങ്കറിനോട് തന്നെ ചോദിക്കാം. ലൈവായിട്ട് ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഒരു ആമുഖമായിട്ട് അതിന് ഇപ്പോഴത്തെ നടക്കുന്ന സാമ്പത്തിക വികാസങ്ങളെ പറ്റി ഒരു വിലയിരുത്തൽ നടത്താമോ? നമസ്കാരം. പലസ്തീൻ ഇസ്രായേൽ വിഷയം എന്ന് പറയുന്നത് എപ്പോഴും വളരെ താങ്കൾ പറഞ്ഞ പോലെ ഭയങ്കര നീറിപ്പുകയുന്ന ഒരു വിഷയമാണ്. ഓൺലൈൻ ചർച്ചകളിലെല്ലാം നോക്കിയാൽ പോലും വളരെ കലുഷിതമായിട്ടുള്ള ഡിസ്കഷൻസും ആർഗ്യുമെന്റ്സും ഒക്കെ നടക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതിൽ ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വസ്തുതകളെ പറ്റി സംസാരിക്കാൻ ഒരവസരം കിട്ടിയതിൽ നന്ദി. ഒക്ടോബർ 7 മുതൽ ഹമാസ് ഇസ്രായേലിന് ഉള്ളിൽ നടത്തിയ വലിയ തരത്തിലുള്ള ഒരു തീവ്രവാദ ആക്രമണത്തിന്റെ അന്ന് മുതൽ കഴിഞ്ഞ 2-3-4 മാസങ്ങൾ വരെ ഒരു ഡെയിലി എന്ന പോലെ തന്നെ ഈ ഒരു വാറ് ഞാൻ ഫോളോ ചെയ്തിരുന്നതും റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു യുദ്ധത്തിനെ പോലെയും അല്ലെങ്കിൽ അതിൽ കൂടുതൽ വളരെയധികം പ്രൊപ്പഗാൻഡ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു യുദ്ധമാണിത്. 2 ഭാഗത്തു നിന്നും നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഇസ്രായേൽ ഗവൺമെന്റ് സോഴ്സസ് ആണെങ്കിലും ഇസ്രായേലി മിലിറ്ററി നിന്നാണെങ്കിലും അതുപോലെ മറു സൈഡിൽ നിന്ന് ഹമാസ് ഒഫീഷ്യൽസ്, ഹമാസ് സ്പോക്സ് പീപ്പിൾ, അങ്ങനെയുള്ള മറ്റു തരത്തിലുള്ള പാലസ്തീനിയൻ അഡ്വക്കസി ഗ്രൂപ്പിൽ നിന്നെല്ലാം തുരുതുരയുള്ള PR-കളും പ്രസ് റിലീസുകളും പ്രസ്താവനകളും വീഡിയോകളും ചിത്രങ്ങളും എല്ലാം നമ്മുടെ മൊബൈൽ ഫോണുകളിലും ഇമെയിലുകളിലെല്ലാം കുത്തി നിറയ്ക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്ന ഏത് പത്രപ്രവർത്തകരുടെയും ഏറ്റവും വലിയൊരു കടമ എന്ന് പറയുന്നത് ഈ പ്രോപ്പഗാൻഡ ഇതിൽ നിന്ന് നെല്ലും പതിരും തെരഞ്ഞെടുക്കുന്നത് പോലെ വസ്തുതകൾ എങ്ങനെ വെരിഫൈ ചെയ്യാം, ഇതിന്റെ ഫാക്ട്സ് നമുക്ക് എങ്ങനെ ഓൺ ദ ഗ്രൗണ്ടിൽ നിന്ന് വെരിഫൈ ചെയ്യാം, അങ്ങനെ എങ്ങനെ ഒരു പുറത്തു വരുന്ന ഒരു പിക്ചറിന്റെയോ ഒരു വീഡിയോയുടെയോ സത്യാവസ്ഥ എങ്ങനെ വെരിഫൈ ചെയ്യാം എന്ന വലിയൊരു കടമ്പയാണ് പത്രപ്രവർത്തകർക്കുള്ളത്. പക്ഷെ അതേസമയം തന്നെ 2 വർഷത്തോളം ആയി നീണ്ടു നിൽക്കുന്ന ഈ യുദ്ധത്തിൽ സമാനതകളില്ലാത്ത തരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ആണ് ഓരോ ദിവസവും നമ്മൾ ഗാസയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു യുദ്ധത്തിലും ഞാൻ യമനിൽ നിന്നും സിറിയയിൽ നിന്നും ഇപ്പോൾ അടുത്ത യുക്രൈനിൽ നിന്നും എല്ലാം യുദ്ധം നേരിട്ട് ഫ്രണ്ട് ലൈൻസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ഇത് ഒരു തരത്തിലും എവിടെയും കാണാത്ത തരത്തിലുള്ള നമ്മെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സ്റ്റാർവേഷൻ ആണെങ്കിലും ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണെങ്കിലും അതുപോലെ ദിവസവും നടക്കുന്ന കൊലകളാണെങ്കിലും കുട്ടികളടക്കം സ്ത്രീകളടക്കം നടക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഹ്യൂമാനിറ്റിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മെ നാണം കെടുത്തേണ്ട തരത്തിലുള്ള വയലേഷൻസ് ആണ് എല്ലാ ദിവസവും ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ മുഹമ്മദ് നസീർ, ഗാസയിലെ ഏത് യുദ്ധത്തിലായാലും പ്രൊപ്പഗണ്ടകൾ കാരണം ഒരു ഫാക്ട് ചെക്കിങ്ങിലൂടെ യഥാർത്ഥമായ ഒരു വാർത്ത കണ്ടെത്തുന്നത് ഏറ്റവും വളരെ പ്രയാസമേറിയ ഒരു വിഷയം തന്നെയാണ്. ഇതിന് പലപ്പോഴും നമ്മൾ ലോജിക്കൽ തിങ്കിങ്ങിനെയൊക്കെ ആശ്രയിക്കാൻ നിവൃത്തിയുള്ളൂ. ഇവിടെ ഈ ഗാസയിൽ അനുഭവിക്കുന്ന വലിയ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് ഒക്കെ നടക്കുന്നതായിട്ട് അഞ്ജന അഭിപ്രായപ്പെട്ടു, സ്റ്റാർവേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇത്തരം കാര്യങ്ങളുമായിട്ട് ഈ സമാന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലൂടെ പോകുമ്പോൾ മുഹമ്മദ് നസീർ ഈ വിഷയത്തെ എങ്ങനെയാണ് ആദ്യമായി ഒരു ആമുഖം എന്ന രീതിയിൽ വിലയിരുത്താൻ കഴിയുന്നത്? നമസ്കാരം. ഈ സത്യത്തിൽ ഈ സമാനതകളില്ലാത്ത ഒരു കോൺഫ്ലിക്റ്റ് ആണ് അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനമാണ് ഈ യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സമകാലിക ലോകത്തിപ്പോൾ നടന്നുകൊടുക്കുക സൂഡാനിലായാൽ പോലും അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം യമനില് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യ അവകാശ ലംഘനങ്ങൾ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന കൊല്ലപ്പെട്ടവരുടെ ഒക്കെ ആളുകളുടെ എണ്ണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ
ഇത് സമാനതകളില്ലാത്തതെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഒരുപക്ഷെ ഇല്ലാത്ത എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഈ ഒക്ടോബർ 7 നടന്ന ഭീകരാക്രമണം എന്ന് പറയുന്നത് ഒരു നമ്മൾ അമേരിക്കയിൽ നടന്ന 9/11 ഭീകരാക്രമണത്തിന്റെ ആ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഒരു അമേരിക്കൻ പോപ്പുലേഷനുമായിട്ട് പ്രപ്പോർഷനേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഏതാണ്ട് 40,000 ആൾക്കാർ ഒരു ദിവസം കൊല്ലപ്പെട്ട കണക്കാണ്. എന്ന് വെച്ചാൽ ഒക്ടോബർ 7 1200 ആൾക്കാർ കൊല്ലപ്പെടുന്നു. വെറുതെ നമ്മൾ കൊല്ലപ്പെടുക മാത്രമല്ല, അത് വളരെ ഭീകരമായ രീതിയിലാണ്. ചെറിയ കുട്ടികളെ പോലും, സ്ത്രീകൾ നിരവധി പേർ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, സെക്ഷൽ അബ്യൂസിന് വിധേയമാവുന്നു, 250 ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകുന്നു. ഇപ്പോഴും 50 പേര് അതിൽ മരിച്ച ഡെഡ് ബോഡീസ് പോലും ഉണ്ട്. 20 പേരോ മറ്റാണ് ജീവിച്ചിരിക്കുന്നതാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇത്തരം ഒരു ഈ സംഭവത്തിന് ശേഷം നടന്ന ഇസ്രായേലിന്റെ യുദ്ധം എന്ന് പറയുന്നത് ഹമാസിനെ ഡിസ്മാന്റിൽ ചെയ്യുക. 2 ലക്ഷ്യങ്ങളാണ്. ഡിഫീറ്റ് ഹമാസ് ആൻഡ് റിലീസ് ഹോസ്റ്റേജസ്. അപ്പൊ ഈ യുദ്ധം എന്ന് പറയുന്നത്, യുദ്ധം എപ്പോഴും നമുക്കറിയാം, യുദ്ധം അത്ര നല്ല സംഭവം ഒന്നല്ല. യുദ്ധം ഒരു ട്രാജഡി തന്നെയാണ്. ഒരുപാട് സിവിലിയൻസ്, ഇപ്പൊ കൊറിയൻ യുദ്ധത്തിന്റെ കാര്യം എടുക്കാം, ഏതാണ്ട് 2 മില്യൺ ആൾക്കാരാണ് അതിൽ. അഫ്ഗാനിസ്ഥാനില് അല്ലെങ്കിൽ ഇറാഖിലൊക്കെ നടന്ന യുദ്ധത്തിൽ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ, സിവിലിയൻസ് were killed. ഐസിസിനെതിരെ നടന്ന യുദ്ധം, അതിൽ ഏതാണ്ട് ഇതേപോലെ തന്നെ 10,000-കണക്കിന് ആൾക്കാർ, എനിക്കൊന്ന് 2-3 നഗരങ്ങൾ കംപ്ലീറ്റ് ലെവൽഡ് ആണ്, എന്ന് വെച്ചാൽ തകർക്കപ്പെട്ടു. അപ്പൊ നമ്മൾ ആ യുദ്ധത്തിന്റെ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു മോറൽ എക്വിവലൻസി എന്ന് പറയുന്നത് ആ യുദ്ധം ഇതിനു വേണ്ടിയുള്ളതാണ്. ഹമാസിനെ പോലുള്ള ഒരു ഭീകരൻ എന്ന് വെച്ചാൽ, ഇപ്പം ഈ സെക്കൻഡ് വേൾഡ് വാറില് ഹിറ്റ്ലറുടെ നാറ്റ്സികളെ പരാജയപ്പെടുത്തുന്ന ആ ഒരു ഘട്ടത്തിൽ നാറ്റ്സികളോട് യുദ്ധത്തിന്റെ ഇതൊന്നും ഒരുപാട്, ഇപ്പം ഡ്രെഡ്സൺ പോലുള്ള നഗരം കംപ്ലീറ്റ് ഉടച്ചു മാറ്റപ്പെട്ടു. അന്നത്തെ കാലത്ത് പോലും അതിന് എത്തിക്കൽ, ഇപ്പം വിൻസ്റ്റൺ ചർച്ചിൽ പോലും ഡ്രെസ്ഡൻ ബോംബിങ്ങിനെ കുറിച്ചുള്ള എത്തിക്കൽ ഇഷ്യൂസ് റേസ് ചെയ്തിരുന്നു. പക്ഷെ സ്റ്റിൽ ആ വാർ അലൈഡ് ഫോഴ്സസ് വെയർ റൈറ്റ്. അതില് നാറ്റ്സികളെ തോൽപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതില് 25,000 ആൾക്കാരാണ് ഡ്രെസ്ഡനിൽ മാത്രം കൊല്ലപ്പെട്ടത്. മൊത്തം എടുക്കുകയാണെങ്കിൽ 3 ലക്ഷത്തോളം ജർമ്മൻ ആൾക്കാരാണ്, ഈ സിവിലിയൻസ് ആണ് കൊല്ലപ്പെട്ടത്. ജാപ്പനീസ് 2 മില്യൺ ആൾക്കാരാണ്. ഇതൊന്നും നമ്മൾ ഇന്ന് ജനസൈഡ് ആണെന്ന് കണക്കാക്കും. അപ്പം അതാണ് പറയുന്നത്, മോറൽ ഇക്വലൻസി നമുക്ക് ഒരിക്കലും. ഹമാസ് ഒരു സൈഡിൽ അവർ പ്രോപ്പഗാൻഡ നടത്തുന്നു, ഒരു ഭാഗത്ത് ഇസ്രായേൽ പ്രോപ്പഗാൻഡ നടത്തുന്നു. പ്രോപ്പഗാൻഡ ഉണ്ടാവും, ഉറപ്പാണ്. പക്ഷേ നമ്മൾ ഒരു ദിവസത്തെ ഇസ്രായേൽ മീഡിയ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. അവിടെ എന്തൊക്കെ ശരിയായ ഒരു ഡെമോക്രാറ്റിക് കൺട്രീസിൽ നടക്കുന്ന എല്ലാ ഡിവിഷൻസ് അവിടെയുണ്ട്. അവിടുത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി 3 ദിവസം കോടതിയിൽ ഹാജരാണ്. അവിടുത്തെ മീഡിയ എന്ന് പറഞ്ഞാൽ ഹാരറ്റ്സ് പത്രം പ്യുവർ ലെഫ്റ്റ് വിങ് ന്യൂസ് പേപ്പറാണ്. ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് പ്രോപ്പഗാൻഡ അധികം വർക്ക് ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ പ്രോപ്പഗാൻഡ നമ്മളിപ്പം ഈ ഒക്ടോബർ 7 ഒക്ടോബറിൽ നടന്ന യുദ്ധം, ഗാസ വാർ തുടങ്ങിയ മുതൽ പ്രോപ്പഗാൻഡ ഗാസയിൽ നിന്നാണ് വന്നത്. ഇപ്പം ഒരു ഉദാഹരണം എനിക്ക് ഓർമ്മ വന്നത്, ഈ ഹോസ്പിറ്റൽ ബോംബിങ്, അത് ഇമ്മീഡിയറ്റ്ലി ഇന്റർനാഷണൽ മീഡിയ മുഴുവൻ ബ്രോഡ്കാസ്റ്റ് ചെയ്തത് പിന്നെ ഇസ്രായേലിന്റെ ബോംബിങ്ങിലാണ്. അതിൽ 500ഓളം ആൾക്കാർ കൊല്ലപ്പെട്ടതാണ്. അത് ശുദ്ധ നുണയായിരുന്നു. കാരണം 500 ആൾക്കാർ 300 ഒക്കെയാണെന്ന് പറഞ്ഞത്. പിന്നീട് മനസ്സിലായി, പിന്നെ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പ് നടത്തിയ അവരുടെ റോക്കറ്റ് വീണിട്ടാണ് ഇവിടെ ഈ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ വീണിട്ടാണ്. പിന്നെ നമ്പർ ഓഫ് കിൽഡ് 30 മാറി. അപ്പൊ അതുപോലെ ഇപ്പം ഈ സ്റ്റാർവേഷന്റെ ഇഷ്യൂ നമ്മളിപ്പം റീസെന്റ് കാണുന്ന സ്റ്റാർവേഷന്റെ ഫോട്ടോസ്, ഒറ്റ സ്റ്റാർവേഷന്റെ റിയൽ സ്റ്റാർവേഷന്റെ ഫോട്ടോസ് ഈ ഗാസയിൽ നിന്ന് വന്നിട്ടില്ല. പകരം അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പ്രീ ഹെൽത്ത് കണ്ടീഷനിലുള്ള കുട്ടികളുടെ ഒക്കെ ഫോട്ടോ വന്ന് ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയാണ്. ഇസ്രായേൽ ഈസ് സ്റ്റാർവിംഗ് ദ പീപ്പിൾ ഓഫ് ഗാസ എന്നുള്ളൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചിത്രങ്ങളാണ് വരുന്നത്. അവിടെ നമുക്ക് ശരിയായ സ്റ്റാർവേഷൻ നമ്മൾ അവിടെ കണ്ടതാണ്.
അവിടെ ഹോസ്റ്റേജസിന് ഇപ്പൊ എനിക്ക് തോന്നുന്നു എവിയറ്റാർ എന്ന് പറയുന്ന ഒരു ഹോസ്റ്റേജ്, തന്നെ ഡാവിഡ്, പിന്നെ വേറൊരാള് ബ്രസൽ റോം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 21 വയസ്സുള്ള, അത് അവരുടെ ബോഡി കണ്ടാൽ നമുക്ക് മനസ്സിലായി ശരിയായ സ്റ്റാർവേഷൻ ആണ്. അതിൽ അയാൾക്ക് കൊടുക്കുന്ന ഈ എവിയറ്റാറിന് കൊടുക്കുന്ന ഒരു കപ്പ്, ഒരു ക്യാൻ എന്തോ ഒരു ഫുഡ് കൊടുക്കുന്നുണ്ട്. അയാളുടെ കൈത്തണ്ട കണ്ടാൽ മനസ്സിലായി അയാൾക്ക് ഒരു സ്റ്റാർവേഷനും ഇല്ലെന്നുള്ളത് ഈ കൊടുക്കുന്ന ആൾക്ക് ഹമാസ്. അപ്പൊ പ്രോപ്പഗാൻഡ കൂടുതൽ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പഗാൻഡ വരുന്നതൊക്കെ ഇവിടുന്നാണ്, ഗാസയിൽ നിന്നാണ്. കാരണം ഗാസയിൽ അങ്ങനെ ഒരു സ്വതന്ത്ര ജേർണലിസ്റ്റുകൾ ഇല്ല. അങ്ങനെ സ്വതന്ത്ര ജേർണലിസ്റ്റുകളെ വേണമെങ്കിൽ ഇന്റർനാഷണൽ ജേർണലിസ്റ്റുകളെ അവിടെ അനുവദിക്കാം. പക്ഷെ അത് അനുവദിക്കാത്തതിനും ഉള്ള കാരണം ഉണ്ട്. കാരണം ഈ ഇന്റർനാഷണൽ ജേർണലിസ്റ്റുകളെ തന്നെ ഹോസ്റ്റേജ് ആയിട്ട് അല്ലെങ്കിൽ അവരെ ഹ്യൂമൻ ഷീൽഡ് ആക്കി വെച്ചിട്ട് ഹമാസ് ഉപയോഗിച്ചേക്കാം. അങ്ങനെ ഉപയോഗിച്ച സംഭവം 2014 NDTVയുടെ ശ്രീനിവാസൻ ജെയിനും ഫോട്ടോഗ്രാഫറും നേരിട്ട് അനുഭവിച്ചതാണ്. അവർ താമസിക്കുന്ന ഹോട്ടലിന്റെ മീറ്ററുകൾക്ക് അകലെ വെച്ചാണ് ഹമാസ് റോക്കറ്റ് ലോഞ്ച് ചെയ്തത്. അവർക്ക് ആ അന്ന് എടുത്ത ഫിലിം ഇന്നും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഹമാസ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് യൂസിങ് പീപ്പിൾ ആസ് ഹ്യൂമൻ ഷീൽഡ്സ്. അപ്പൊ അങ്ങനെയുള്ള അവര് ഹോസ്പിറ്റൽസിൽ അടിയിൽ ആണ് തുരങ്കങ്ങളൊക്കെ, ടണൽസ് ഉപയോഗിച്ചിരിക്കുന്നത്, സ്കൂൾസ് ഉപയോഗിക്കുന്നു. ഇതൊക്കെ ഫാക്ട്സ് ആണ്, ഇതൊന്നും പ്രോപ്പഗാൻഡ അല്ല. യുദ്ധം എവിടെയാണെങ്കിലും മനുഷ്യർക്ക് കഷ്ടപ്പാടുകളും യാതനകളും മാത്രം നൽകുന്ന ഒന്നാണ്. അതുപോലെ ഈ സമാനതകളില്ലാത്ത യാതനകൾ എന്ന് പറയുമ്പോൾ ഇതേ കാലഘട്ടത്തിലാണ് 2023 സുഡാനിലെ ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നത്. ഏകദേശം 1,60,000 പേര് കൊല്ലപ്പെട്ടു, 60,000-ഓളം പേരെ കാണാതായിട്ടുണ്ട്. അതുപോലെ 2 കോടി 2.5 കോടിക്ക് മുകളിലാണ് അവിടെ പോഷകാഹാരക്കുറവും പട്ടിണിയും അനുഭവപ്പെടുന്നത്. UN-ന്റെ ഒരു റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് 7 ലക്ഷം കുട്ടികൾ അവിടെ പോഷകാഹാരക്കുറവിനും ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ സമാനതകൾ ഇതിനേക്കാളും വളരെ ക്രൂരമായ പല കാര്യങ്ങളും ഈ വർത്തമാന കാലഘട്ടത്തിൽ തന്നെ നടക്കുന്നുണ്ട്. യസീദികളുടെ കാര്യത്തിലായാലും കുർദിലായാലും യമനിലായാലും ഒക്കെ. അപ്പോൾ ഈ വിഷയത്തിലേക്ക് വന്നാലേ, ഇവിടെ ഗാസയിലെ വിഷയത്തിലേക്ക് വന്നാലേ, ഗാസയിൽ നിന്നുള്ള ഈ റിപ്പോർട്ടുകൾ, അവിടെ നിന്ന് കിട്ടുന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഏതൊക്കെ സോഴ്സിലൂടെയാണ് ഒരു മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ അഞ്ജനയ്ക്ക് ലഭിക്കുന്നത്? അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നാണ് അഞ്ജന കരുതുന്നതെന്ന് പറയാമോ? മിസ്റ്റർ മുഹമ്മദ് നസീർ പറഞ്ഞ മിക്ക കാര്യങ്ങളോടും ഞാൻ പൂർണ്ണമായും വിയോജിക്കുന്നു. ആദ്യം താങ്കൾ ചോദിച്ച കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പറയാം. ഒന്ന്, ലോകത്തുള്ള ഏതൊരു ഇപ്പോൾ നടക്കുന്ന യുദ്ധമുഖത്തും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ മീഡിയ പോയി റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. സിറിയ, യമൻ അങ്ങനെയൊക്കെയുള്ള യുദ്ധമുഖത്തിൽ നിന്നും നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ 2 വർഷം ആകാൻ പോകുന്ന യുദ്ധത്തിൽ 1-2 വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഇസ്രായേലി മിലിറ്ററി എംബഡ് ചെയ്തിട്ടുള്ള 1-2 ചെറിയ ഒരു മീഡിയ എംബഡ് കൂടാതെ ഒരു ഇന്റർനാഷണൽ മീഡിയ പോലും ഗാസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഇതുവരെയും പെർമിഷൻ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് എന്നുള്ള ഉത്തരം എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിൽ തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ മീഡിയയെ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ ഇസ്രായേൽ അനുവാദം കൊടുക്കാത്തത്? മിസ്റ്റർ മുഹമ്മദ് നസീർ പറയുകയുണ്ടായി, ഹമാസ് ചിലപ്പോൾ പത്രപ്രവർത്തകരെ ഹ്യൂമൻ ഷീൽഡായി ഉപയോഗിക്കാം. പത്രപ്രവർത്തകരുടെ സേഫ്റ്റി യുദ്ധമുഖത്ത് നിന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പത്രപ്രവർത്തകരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഇസ്രായേലിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല. യുക്രൈനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പത്രപ്രവർത്തകരുടെ സേഫ്റ്റി യുക്രൈനിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല. ഇറ്റ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മീഡിയ ഓർഗനൈസേഷൻ. അപ്പോൾ താങ്കളുടെ ജോലി എങ്ങനെ ചെയ്യണം എന്ന് വ്യക്തമായി അറിയുന്ന, അതിന്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കാൻ അറിയുന്ന പത്രപ്രവർത്തകരാണ് യുദ്ധമുഖത്ത് പോകുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ആൻ എക്സ്ക്യൂസ്. ഇസ്രായേൽ പറയുന്നത് പത്രപ്രവർത്തകരുടെ സേഫ്റ്റിയെ പേടിച്ചിട്ടാണ് അവർ പെർമിഷൻ കൊടുക്കാത്തത് എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്, ശുദ്ധ പ്രൊപ്പഗാൻഡയാണ്. ബിക്കോസ് ദാറ്റ് ഈസ് നൺ ഓഫ് ദ ബിസിനസ്. ഫസ്റ്റ് തിങ്. അപ്പോൾ ഗാസയിൽ നിന്നും വരുന്ന പുറത്തേക്ക് ലോകം കിട്ടുന്ന വാർത്തകൾ എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഗാസയിലുള്ള പത്രപ്രവർത്തകരിൽ നിന്ന് മാത്രമാണ്. അവർ മാത്രമാണ് ഇപ്പൊ ഗാസയിൽ പുറത്തേക്കുള്ള ഒരു വിൻഡോ എന്ന് പറയുന്നത്. എല്ലാ ഇന്റർനാഷണൽ മീഡിയസിനും ഉള്ള ഗാസ കറസ്പോണ്ടൻസ് ആണ് വാർത്തകൾ കൊടുക്കുന്നത്. ഹമാസ് എന്ന പോലെയുള്ള ഒരു വളരെ ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു ഗവേണിംഗ് ബോഡിയുടെ അടിയിൽ വർക്ക് ചെയ്യുന്ന പത്രപ്രവർത്തകർ എത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ടാകും എന്നുള്ളത് ചോദ്യാർഹമായുള്ള കാര്യം തന്നെയാണ്. പക്ഷെ മറിച്ച് ഇസ്രായേലിൽ അങ്ങനെയല്ല അവസ്ഥ.
മീഡിയ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു മീഡിയ അറ്റ്മോസ്ഫിയർ അവിടെയുണ്ട്. മുഹമ്മദ് നസീർ പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു. ഹാരറ്റ്സ് പോലെയുള്ള പത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകളും ഇസ്രായേലിന്റെ പല പ്രൊപ്പഗാൻഡകളും തകർക്കപ്പെടുന്നത് പുറത്തുള്ള പത്രപ്രവർത്തകരോ ഗാസയിൽ നിന്നുള്ള പത്രപ്രവർത്തകരോ അല്ല, ഇസ്രായേലിൽ നിന്നുള്ള റിപ്പോർട്ടേഴ്സ് ആണ്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മീഡിയയെ ഗാസയിൽ റിപ്പോർട്ട് ചെയ്യാൻ ഇസ്രായേൽ സമ്മതിക്കാത്തിടത്തോളം കാലം ഗാസയിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഹമാസ് പ്രൊപ്പഗാൻഡയാണ് എന്ന് പറഞ്ഞ് ഇസ്രായേൽ തള്ളുന്നതിൽ കാര്യമില്ല. ഇഫ് ഇറ്റ് ഈസ് ഹമാസ് പ്രൊപ്പഗാൻഡ, ലെറ്റ് ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് ഗോ ഇൻ. ഹോസ്പിറ്റലിൽ നടക്കുന്ന അറ്റാക്കുകൾ മുഹമ്മദ് നസീർ എടുത്ത് പറയുകയുണ്ടായി. തീർച്ചയായും ഇന്റർനാഷണൽ മീഡിയകൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. യുദ്ധത്തിന്റെ തുടക്കം ആദ്യ മാസങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട്, താങ്കൾ സൂചിപ്പിച്ച എക്സാമ്പിൾ, ഒരു ഹോസ്പിറ്റലിൽ ഒരു അറ്റാക്ക് നടന്നപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇന്റർനാഷണൽ മീഡിയ ജംപ്ഡ് ആൻഡ് സെഡ് ഇസ്രായേലി അറ്റാക്ക് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് അത് ഗാസയിൽ നിന്ന് തന്നെ ഇസ്ലാമിക് ജിഹാദികൾ വിട്ട റോക്കറ്റാണ് തിരിച്ച്. പക്ഷേ ഇങ്ങനെയുള്ള ഈ സ്കാറ്റേർഡ് ആയിട്ടുള്ള ചില ഇൻസിഡൻസ് എടുത്ത് നമുക്ക് വാദിക്കാമെന്നല്ലാതെ ഗാസയിൽ നടക്കുന്ന ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ 34 കൂടുതൽ അവിടെയുള്ള പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ ഓരോന്നായി ഇസ്രായേൽ മിലിറ്ററി ക്യാമ്പയിനുകളിലൂടെ സീജിൽ കൂടെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇന്നേ വരെ ഒരു ഹോസ്പിറ്റലിൽ പോലും, ഇപ്പൊ അൽഷിഫയുടെ കാര്യം തന്നെ എടുത്താൽ, അൽഷിഫയുടെ അടിയിൽ തുരങ്കങ്ങൾ ഉണ്ടെന്നും അവിടെ ഹമാസിന്റെ ഒരു മിലിറ്ററി പോസ്റ്റിന്റെ ഒരു സെന്റർ ആണെന്നും എല്ലാം വാദിച്ച, ഇതുവരെയും ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനോ ഒരു ഇന്റർനാഷണൽ മീഡിയക്കോ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ ഇപ്പോഴും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ഹമാസ് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള വിക്ടിമൈസ് ചെയ്യപ്പെടേണ്ട ഒരു ഓർഗനൈസേഷൻ ആണെന്നല്ല ഞാൻ വാദിക്കുന്നത്. വളരെയധികം ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ്. തീവ്ര സ്വഭാവമുള്ള, തീവ്ര ടെററിസ്റ്റ് എന്ന ലേബലുള്ള ഒരു ഓർഗനൈസേഷനാണ്. സ്വതന്ത്രമായി മാധ്യമ പ്രവർത്തകർക്ക് അവിടെ പ്രവർത്തിക്കാൻ പല റെസ്ട്രിക്ഷൻസും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതൊന്നും ഇസ്രായേൽ അവിടെ നടത്തുന്ന കൂട്ടക്കൊലകൾക്ക് അതിനെ തുടച്ചു മാറ്റാൻ ഇതിനൊന്നും സാധിക്കില്ല എന്നുള്ളത് മാത്രം. സ്റ്റാർവേഷന്റെ കാര്യം പറയുകയുണ്ടായി. ഒക്ടോബർ 7 മുതൽ മിസ്റ്റർ മുഹമ്മദ് നസീർ ഒക്ടോബർ 7 മുതൽ കഴിഞ്ഞ 3-4 മാസം മുമ്പ് വരെ റെഗുലറായി ഇപ്പോഴും ഗാസയിലുള്ള ആളുകളോട് നേരിട്ട് സംസാരിക്കുകയും ഇന്റർവ്യൂ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു പത്രപ്രവർത്തകയാണ് ഞാൻ. എന്റെ അഭിപ്രായമോ നിങ്ങളുടെ അഭിപ്രായമോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അഭിപ്രായത്തെക്കാൾ കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത് ഗാസ പോലെ ഇത്രയും വളരെ വലിയ തോതിലുള്ള ഒരു യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് WHO പറയുന്നു 1 മില്യണോളം ആളുകൾ, അതിൽ കുട്ടികളും സ്ത്രീകളും അക്യൂട്ട് സ്റ്റാർവേഷനിൽ, അക്യൂട്ട് മാൽന്യൂട്രീഷന്റെ വളരെ ഭീകരമായിട്ടുള്ള സിംറ്റംസ് കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ആംനസ്റ്റി ഇന്റർനാഷണൽ, UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ, അങ്ങനെ നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റാവുന്ന ഓരോ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, ഓരോ UN ഏജൻസികളും, അതുപോലെ തന്നെ ഇസ്രായേലി ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ്, ഇത് പാലസ്തീൻ പ്രൊപ്പഗാൻഡയോ ഗാസ പ്രൊപ്പഗാൻഡയോ അല്ല. ഇസ്രായേലിൽ ഡെക്കേഡ്സ് ആയി, വർഷങ്ങളായി ഗാസയിലുള്ള നടക്കുന്ന അവസ്ഥകളെ അല്ലെങ്കിൽ യുദ്ധം പഠിക്കുന്ന ഇസ്രായേലി ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ ജനോസൈഡ് എന്താണെന്ന് പഠിക്കുന്ന ജനോസൈഡ് സ്കോളേഴ്സ്. See, I'm not a genocide scholar, but I would believe a genocide scholar, especially a genocide Israeli scholar, if he says that there is an intention of genocide. അത് വിശ്വസിച്ചേ തീരൂ. That's all. ഓക്കെ. ഇവിടെ അഞ്ജന പറഞ്ഞു ഹമാസിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ നമുക്ക് വിശ്വസനീയം അല്ല. കാരണം തീർച്ചയായിട്ടും ഹമാസിനെ പോലെ തീവ്രവാദ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് അത്രയ്ക്കുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ. മാത്രമല്ല If I can just point out one more thing, ഗാസയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളും നമ്പേഴ്സും ഫിഗേഴ്സും എല്ലാം ഹമാസ് പ്രൊപ്പഗാൻഡയാണ് എന്ന ഒരു വാദമാണ് എപ്പോഴും ഇസ്രായേൽ ലോബി അല്ലെങ്കിൽ ഇസ്രായേൽ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നതും. അവിടെ നടക്കുന്നത് മനുഷ്യഹത്യ അല്ല അല്ലെങ്കിൽ സ്റ്റാർവേഷൻ ഇല്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ആധാരം തന്നെ ഇത് ഹമാസ് പ്രൊപ്പഗാൻഡയാണ്, ഹമാസ് നമ്പേഴ്സ് ആണ്, വിശ്വസിക്കാൻ ഉതകുന്നില്ല എന്നുള്ളതാണ്. ആദ്യം ഹമാസ് പ്രൊപ്പഗാൻഡയാണെങ്കിൽ അതിനെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ഒരേ ഒരു മാർഗം ഫോർ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, ഒന്നിലെ ഇന്റർനാഷണൽ മീഡിയയെ, ഇൻഡിപെൻഡന്റ് മീഡിയയെ ഗാസയിനകത്ത് കടന്ന് റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കുക. രണ്ടാമത്
നമുക്ക് കിട്ടുന്ന നമ്പറുകൾ ഞാൻ പറഞ്ഞതുപോലെ ഈ കാഷ്വാലിറ്റി നമ്പേഴ്സ് ആണെങ്കിലും സ്റ്റാർവേഷൻ നമ്പേഴ്സും ഡെത്ത് നമ്പേഴ്സ് എല്ലാം ഗാസ ഹെൽത്ത് മിനിസ്ട്രിയിൽ നിന്നാണ് വരുന്നത്. ഗാസ ഹെൽത്ത് മിനിസ്ട്രിയുടെ നമ്മുടെ മുൻപ് ഉണ്ടായിട്ടുള്ള പല യുദ്ധങ്ങളിലും ഗാസ ഹെൽത്ത് മിനിസ്ട്രി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഫിഗേഴ്സും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ബ്രോഡ്ലി കറക്റ്റ് ആണ് എന്ന് പിന്നീട് എല്ലാ തരം ഇന്റർനാഷണൽ റിസർച്ച് സെന്റേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻസും കൺഫേം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഗാസ ഹെൽത്ത് മിനിസ്ട്രി പുറത്തുവിടുന്ന നമ്പേഴ്സ് ഇറ്റ് ഇസ് ബ്രോഡ്ലി കറക്റ്റ്, ഇറ്റ് ക്യാൻ ബി ബിലീവ്ഡ് എന്നൊരു ജനറൽ കൺസെൻസസ് ഇന്റർനാഷണലി ഉണ്ട്. ഓക്കെ. എനിക്ക് ഇപ്പോഴും ഒരു വ്യക്തത ഉള്ളത്, ഈ അഞ്ജന തന്നെ നേരത്തെ പറഞ്ഞു ഹമാസിൽ ഗാസയിൽ നിന്ന് വാർത്തകൾ, അത് ഹമാസ് എന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ കീഴിലുള്ള മാധ്യമപ്രവർത്തകരായതുകൊണ്ട് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് പരിമിതമായിരിക്കുമല്ലോ. അത് മാത്രമല്ല ഈ ഗാസ മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം എന്ന് പറയുന്നതും ഹമാസ് തന്നെയാണ്. അപ്പൊ അത്തരത്തിലൊക്കെ വരുന്ന വാർത്തകൾ പ്രൊപ്പഗണ്ടയല്ല, അത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസനീയമാണ്. അതേസമയം ഒരു ആധുനിക ജനാധിപത്യ രാജ്യമായ ഇസ്രായേൽ, അവിടെ മറ്റ് മാധ്യമ സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്ന് വരുന്ന വാർത്തകൾ നമ്മൾ അവിശ്വസിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്നതിലെ ഒരു വിഷയം എനിക്ക് വ്യക്തമാവുന്നില്ല. എങ്കിലും അത് അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് പോവാം. ഞാൻ മുഹമ്മദ് നസറിലേക്ക് പോകട്ടെ. മുഹമ്മദ് പോയിട്ട് വരാം. ഇസ്രായേലിൽ നിന്ന് വരുന്ന വാർത്തകൾ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് കാരണം നമുക്ക് അവിടുന്ന് പലതരത്തിലൊരു ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള വോയിസസ് നമുക്ക് ഇസ്രായേലിൽ നിന്ന് വരുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഗാസയിൽ നടക്കുന്ന വാർത്തകൾ നമ്മൾ ലൈവ് സ്ട്രീമായി അവിടെ വെദർ ഇറ്റ് ഇസ് സ്റ്റാർവേഷൻ, വെദർ ഇറ്റ് ഇസ് കില്ലിംഗ് ഓഫ് ചിൽഡ്രൻ, നമ്മൾ ലൈവ് സ്ട്രീമായി കാണാൻ സാധിക്കുകയാണ്. അത് ഹമാസ് പ്രൊപ്പഗാൻഡ, അത് ഗാസ എങ്ങനെ കാണുന്നു നമുക്ക് എഴുതി തള്ളാൻ സാധിക്കില്ല. കാരണം തെളിവുകളോട് കൂടിയാണ് ഇങ്ങനെയുള്ള വാർത്തകളും ചിത്രങ്ങളും പുറത്തു വരുന്നത്. എങ്ങനെ ലൈവായിട്ട് കാണിക്കുന്നു പറഞ്ഞ അവിടെ മറ്റേ ഇന്റർനാഷണൽ ഏജൻസികൾ അനുവദിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്? ഇന്റർനാഷണൽ മീഡിയയിലൂടെ അല്ല, അവിടെയുള്ള പ്രവർത്തിക്കുന്ന ഗാസ ജേർണലിസ്റ്റുകളുടെ കാണുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, ഒരുപാട് കാണുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഫോട്ടോഷൂട്ടുകളൊക്കെ ഡിഎംഎം ചെയ്യുന്നതിന്റെ ഒരുപാട് വീഡിയോകൾ കാണുന്നുണ്ട്. അത്തരത്തിൽ പല വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ അവര് ഗാസയിൽ നിന്ന് വരുന്ന വാർത്തകൾ മാത്രം പൂർണ്ണമായിട്ടും എങ്ങനെ വിശ്വസനീയമാകുന്നു എന്നുള്ളതിന്റെ ഒരു സംശയമാണ് ഞാനിവിടെ ഉന്നയിച്ചത്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ തെളിയിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തം അത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേലിൽ നിഷേധിക്കുന്നവർ തെളിയിക്കും അല്ലേ? ഓക്കെ. ഞാൻ മോഹൻസിലേക്ക് പോകാം. അതുപോലെ ഇവിടെ വന്ന ഈ ഒരു വിഷയത്തില് ഒരു കാര്യം പ്രസക്തമാണ്. അവിടെ എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ പട്ടാളം ഒരു മാധ്യമങ്ങളെ അനുവദിക്കാത്തത്? കാരണം മാധ്യമങ്ങളുടെ സുരക്ഷ നോക്കേണ്ട ഉത്തരവാദിത്തം ഇസ്രായേലില്ലല്ലോ. മാധ്യമങ്ങൾ പല യുദ്ധമുഖങ്ങളിലും ഇതേപോലെ ശക്തമായിട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നവരാണ് മാധ്യമപ്രവർത്തകർ. അപ്പൊ ഈ മറ്റെങ്ങും ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ യുദ്ധമുഖത്ത് മാത്രം എന്തിനാണ് ഇസ്രായേലി കടമ്പിടുത്തം പിടിക്കുന്നത്? അതിന്റെ കാര്യമുണ്ടോ? കുറച്ചും കൂടെ ഒരു വിശ്വസനീയമായ സോഴ്സുകൾ നമുക്ക് കിട്ടില്ല എങ്ങനെയാണെങ്കിൽ? അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, ഞാനും അതേ അഭിപ്രായമാണ്. ഇന്റർനാഷണൽ മീഡിയയെ അനുവദിക്കണം എന്നുള്ളതാണ് എന്റെയും അഭിപ്രായം. കാരണം കുറെ കൂടി വസ്തുതകൾ ഈ പ്രോപ്പഗാൻഡ ഒക്കെ കുറെ ഒഴിവായി കിട്ടുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ അതിൽ ഒരു കാരണം പറഞ്ഞ ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിച്ച ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. 2014 NDTV ശ്രീനിവാസൻ ജെയിനെയും അദ്ദേഹം ഫിലിം ചെയ്തത് നമുക്കത് യൂട്യൂബിൽ കാണാൻ പറ്റും. അതായത് അന്ന് നടന്ന ഇവിടെ താമസിക്കുന്ന ഇന്റർനാഷണൽ ഹോട്ടൽ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ജേർണലിസ്റ്റുകൾ താമസിക്കുന്ന ഹോട്ടലാണത്. അവിടെ അതിന്റെ അടുത്ത് വെച്ചാണ് റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഹമാസ് അവിടെ ആ ഹോട്ടലിനെ ഒരു ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിക്കണം. അതായത് ഇന്റർനാഷണൽ ജേർണലിസ്റ്റുകളെ ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്റെയും അഭിപ്രായം ഇവരൊക്കെ ഈ ഇന്റർനാഷണൽ BBC-യും CNN ഒക്കെ അവിടെ പോയാൽ നല്ലതെന്നുള്ള അതേ അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിൽ ഞാൻ യോജിക്കുന്നു. പിന്നെ അതായത് സാധാരണ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയല്ല ഇവിടെ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് ഇതൊരു ഏർബൻ വാർഫെയർ ആണ്. അവിടെ ഈ ബോംബിംഗ് ഒക്കെ നടക്കുന്നു. അപ്പം പലപ്പോഴും അത് സേഫ്റ്റി നോക്കേണ്ടത് ആ ജേർണലിസ്റ്റുകൾ തന്നെയാണ്. തീർച്ചയായും നമ്മളൊക്കെ ഏത് റിപ്പോർട്ടിങ്ങിന് പോകുമ്പോൾ നമ്മൾ തന്നെയാണ് അതിന്റെ സേഫ്റ്റി. അല്ലാതെ വേറെ ആരും പോലീസോ അല്ലെങ്കിൽ മറ്റ് അധികാരികളൊന്നും നമുക്ക് സേഫ്റ്റി തരില്ല. അത് ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഗാസയിൽ നടക്കുന്നതിനൊരു പ്രത്യേക ഒരു യുണീക്നെസ് അതിനുണ്ട്. കാരണം അതൊരു ഏർബൻ വാർഫെയർ ആണ്. അവിടെ അങ്ങനെ ഒരു ഇപ്പം യുക്രൈനിലൊക്കെ പോയിട്ട്
വാർ കോൺഫ്ലിക്ട് റിപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ബാറ്റിൽ എന്താണ് ഫ്രണ്ട് ലൈൻ ഇല്ല. ആക്ച്വലി സാധാരണ ഇപ്പം ഇതില് യുക്രൈനിലൊക്കെ ഫ്രണ്ട് ലൈൻ ഉണ്ട് യുദ്ധത്തിന്. ആ ഫ്രണ്ട് ലൈനിലാണ് വാർ നടക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു ഫ്രണ്ട് ലൈൻ ഇല്ല, ഏർബൻ ഏരിയാസിലാണ് നടക്കുന്നത്. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. ഞാൻ അതുപോലെ തന്നെ ഇപ്പൊ ഗാസയിൽ നിന്ന് വരുന്ന ഇപ്പൊ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് സ്റ്റാർവേഷൻ ഉണ്ടെന്നുള്ളത്. സ്റ്റാർവേഷൻ അല്ല, ഈ ഫുഡ് ക്രൈസിസ് ഉണ്ടെന്നുള്ളത്. ഇസ്രായേൽ നിഷേധിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, പ്രോപ്പഗാൻഡ അല്ല. അതായത് ഇസ്രായേൽ പറയുന്നത് there is no mass starvation. മാസ് സ്റ്റാർവേഷൻ ഉള്ളതിന്റെ തെളിവുകളില്ല. ആ തെളിവുകളൊന്നും മാധ്യമങ്ങള് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ അവിടെ ഗാസയിലുള്ള ഈ പറയുന്ന ജേർണലിസ്റ്റുകൾക്ക് പോലും പുറത്ത് കൊണ്ടുവരാൻ പറ്റിയില്ല. അതിന് പകരം അവർ കൊണ്ടുവന്ന ചിത്രങ്ങളൊക്കെ പ്രീ കണ്ടീഷൻ ഹെൽത്ത് കണ്ടീഷനുള്ള കുട്ടികളുടെ ചിത്രങ്ങളാണ്. അതോടുകൂടി അതായത് ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ സഹായിച്ചു എന്നുള്ളത് ശരിയാണ്. പിന്നീട് അത് ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പത്രങ്ങൾക്ക് അത് നിഷേധിക്കേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു സ്റ്റാർവേഷൻ ഉണ്ട് എങ്കിൽ, സ്റ്റാർവേഷൻ ഫുഡ് ക്രൈസിസ് ഉണ്ടെന്നാണ് പറയുന്നത്. സ്റ്റാർവേഷൻ ഉണ്ട് എങ്കിൽ അതിന് ഉത്തരവാദി ഹമാസ് തന്നെയാണ്. കാരണം ഹമാസ്, അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ ഓപ്പറേഷൻസ് ഒരു ഏജൻസി പറയുന്നത് 87% ഓഫ് ഈ ഗാസയിലേക്ക് പോയ എയ്ഡ്സ് അല്ലെങ്കിൽ ഈ ഫുഡ് എയ്ഡ്സ് 87%ഉം ലൂട്ട് ചെയ്യപ്പെട്ടതാണ്. അത് എല്ലാം ഹമാസ് തന്നെ ആയിരിക്കില്ല, ആംഡ് ഗാങ്സ്. അതുപോലെ തന്നെ പിന്നെ സിവിലിയൻസ് ഉണ്ട്. അതിൽ ഭക്ഷണത്തിനുള്ള ആൾക്കാർ അവര് ഒരു സ്ഥലത്തെത്തുമ്പോൾ ആൾക്കാർ അങ്ങ് ലൂട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിന്നും ഈ ഫുഡ് എയ്ഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് സംരക്ഷിക്കാനുള്ള പേരിലാണ് ഈ പുതിയ ഈ GHF, അതായത് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലൊക്കെ നടക്കുന്ന ഈ ഫുഡ് ഡിസ്ട്രിബ്യൂഷനൊക്കെ അതിൽ കുറെ പാകപ്പിഴകളുണ്ട്. കാരണം യുണൈറ്റഡ് നേഷൻസ് ആയിട്ടുള്ള ചില റിഫ്റ്റുകൾ, ചില തർക്കങ്ങളൊക്കെ, പിന്നെ ഇസ്രായേൽ കാണാതിരുന്ന ചില ഇപ്പം ഫുഡ് ഷോർട്ടേജ് ഉണ്ടാകുമ്പം, യുദ്ധത്തിനിടയിൽ ഫുഡ് ഷോർട്ടേജ് ഉണ്ടാകുമ്പം അത് ഹോർഡിങ് ഉണ്ടാവും. പലരും അത് പൂഴ്ത്തി വെക്കാം. അത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇസ്രായേൽ കണ്ടില്ല. അതിന്റെ ഫലമായിട്ട് ഫുഡ് ക്രൈസിസ് അവിടെ ഉണ്ട്, സീരിയസ് ആയിട്ടുള്ള ഫുഡ് ക്രൈസിസ് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇസ്രായേലിനെ സമ്മതിക്കുന്നത്. മുഹമ്മദ് നസീർ പറഞ്ഞതിൽ എനിക്കൊരു 1-2 പോയിന്റുകൾ ഐ വുഡ് ലൈക്ക് ടു എലാബറേറ്റ്. ഒന്ന്, ഗാസയിൽ സ്റ്റാർവേഷൻ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഹമാസ് മാത്രമല്ല, അല്ലെങ്കിൽ ഹമാസ് അല്ല. UN വേൾഡ് ഫുഡ് പ്രോഗ്രാം പറയുന്നത് 1 ലക്ഷത്തിൽ കൂടുതൽ കുട്ടികളും സ്ത്രീകളും മാരകമായ മാൽന്യൂട്രീഷന്റെ മാരകമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. WHO പറയുന്നത്, ലോകാരോഗ്യ സംഘടന പറയുന്നത് ഗാസയിൽ നടക്കുന്നത് ഒരു മാൻമെയ്ഡ് സ്റ്റാർവേഷൻ ആണ്. അങ്ങനെ ആംനസ്റ്റി ഇന്റർനാഷണൽ, ഓക്സ്ഫാം, ഉൺറുവ, ഗാസയിൽ പ്രവർത്തിക്കുന്ന ഓരോ എയ്ഡ് ഓർഗനൈസേഷൻസും, വെദർ ഇറ്റ് ഈസ് അറബ് ഓർഗനൈസേഷൻസ് ഓർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാണ്ട് ഇതൊരു ഹമാസ് പ്രൊപ്പഗാൻഡ മാത്രം അല്ലെങ്കിൽ 2 ഫോട്ടോഷൂട്ടുകൾ കൊണ്ട് മാത്രം ലോകം വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. ഒന്ന്. രണ്ടാമത്, ഗാസയിൽ മാസ് സ്റ്റാർവേഷൻ ഇല്ല, അല്ലെങ്കിൽ അതിനൊരു സ്റ്റാർവേഷൻ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ഉത്തരവാദി ഹമാസ് ആണ് എന്ന് ഇസ്രായേൽ പറയുമ്പോൾ, ഗാസയിൽ വളരെ ക്രമസമാധാനക്കേട് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ലോ ആൻഡ് ഓർഡർ കഴിഞ്ഞ വർഷം തൊട്ട് നടക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 75% കൂടുതൽ ഗാസ പൂർണ്ണമായും ഇസ്രായേലിന്റെ IDF, ഇസ്രായേൽ മിലിറ്ററിയുടെ കീഴിലാണ്. അവിടെ ഹമാസ് അല്ല ഇപ്പോൾ ഗാസ ഭരിക്കുന്നത്. ഗാസ മോർ ഓർ ലെസ് ഇസ് കംപ്ലീറ്റ്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ് IDF നൗ. സൗത്തിലാണെങ്കിലും നോർത്തിലാണെങ്കിലും ഗാസ സിറ്റിയിലാണെങ്കിലും പലയിടങ്ങളിലും കംപ്ലീറ്റ് ആയിട്ടും ഹമാസിന്റെ കൺട്രോളോ അല്ലെങ്കിൽ ഹമാസിന്റെ കീഴിലുണ്ടായിരുന്ന പോലീസ് ഫോഴ്സുകളോ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയുള്ള ഈ ആംഡ് ഗാങ്സ്, പല ആംഡ് ഗാങ്സിനെയും ഫണ്ട് ചെയ്യുന്നതും ആം ചെയ്യുന്നതും ഇസ്രായേൽ ആണ് എന്ന് ഈ പറയുന്ന ഹാരറ്റ്സ് പോലെയുള്ള പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ്, ഗാസയിൽ ക്രമസമാധാനക്കേടും അതുപോലെ എയ്ഡ് വലിയ തോതിലുള്ള ലൂട്ടിങ്ങും നടക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ക്രമസമാധാനത്തിന്റെ ഉത്തരവാദിത്വം ആസ് ദ ഓക്യുപ്പൈയിങ് ഫോഴ്സ് ഇസ്രായേലിനാണ് എന്നുള്ളതാണ്.
അതുകൊണ്ട് പൂർണ്ണമായും ഇസ്രായേലിന് ഇതിൽ നിന്നും ദേ കനോട്ട് വാഷ് ദ ഹാൻഡ്സ് ഓഫ് സെയിങ് ഹമാസ് ഗാസയിൽ ക്രമസമാധാനക്കേടുണ്ട്, എയ്ഡ് ലൂട്ട് ചെയ്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എയ്ഡ് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കേണ്ടതും ഉത്തരവാദിത്വം ഇസ്രായേലിനുണ്ട്. രണ്ടാമത് എല്ലാ UN ഓർഗനൈസേഷൻസും വളരെ വ്യക്തമായി കഴിഞ്ഞ വർഷം തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ തന്നെ പലവട്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. എയ്ഡ് ട്രക്കുകൾ ആയിരക്കണക്കിന് ബോർഡറുകളിൽ ചെക്ക് പോയിന്റ്സിൽ ഇസ്രായേലിന്റെ പെർമിഷൻ ഇല്ലാതെ കിടക്കുകയാണ്. കുട്ടികൾക്കും സ്ത്രീകൾക്കും സാധാരണ ജനങ്ങൾക്കും കൊടുക്കാനുള്ള മെഡിസിൻസ് മുതൽ ഭക്ഷണ സാധനങ്ങൾ വരെ കുറച്ച് കിലോമീറ്ററുകൾ അപ്പുറത്ത് ബോർഡറിൽ ഭക്ഷണ സാധനങ്ങൾ കൂടി കിടക്കുമ്പോഴാണ് സ്റ്റാർവേഷൻ നടക്കുന്നത്. അത് വളരെ റിഗറസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ കൂടെയാണ് പലപ്പോഴും ഇത് പാസ്സായി കിട്ടുന്നത്. ആഴ്ചകളോളം തന്നെ, ചിലപ്പോൾ മാസങ്ങളോളം ഈ UN ട്രക്കുകൾ അവിടെ കിടക്കുന്നു എന്ന് UN തന്നെ പലപ്പോഴും, ഓക്സ്ഫാം ആയാലും പല UN ഓർഗനൈസേഷൻസും പലപ്പോഴുമായി പറഞ്ഞിട്ടുള്ളതും ഇസ്രായേലിനോട് ഇത് അകത്ത് കടത്താൻ അനുവാദം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്, ഒരു സ്റ്റാർവേഷൻ ഒരു ഫുഡിനെ അല്ലെങ്കിൽ സ്റ്റാർവേഷൻ ഒരു മിലിറ്ററി പോളിസിയായി ഇസ്രായേൽ ഉണ്ട് എന്നുള്ളത് ഇസ്രായേലിന്റെ പ്രസ്താവനയിൽ കൂടെയും പോളിസിയിൽ കൂടെയും വ്യക്തമാണ്. യുദ്ധം തുടങ്ങിയ സമയത്തും പിന്നീട് ഇപ്പോൾ മാർച്ച് മുതലും complete siege of Gaza. There will not be no food, no water, no electricity, no medicine will enter Gaza എന്നുള്ളത് ഇസ്രായേലിന്റെ ഗവൺമെന്റ് സോഴ്സസ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നയമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ അവിടെ ഒരു മാസ് സ്റ്റാർവേഷൻ പോളിസി അല്ലെങ്കിൽ ഫുഡ് ഇസ് ബീങ് യൂസ്ഡ് ആസ് എ വെപ്പൺ ഓഫ് വാർ എന്ന് പറയുന്നത്. UN റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും UN റിപ്പോർട്ട് തന്നെ പലപ്പോഴും സംശയാസ്പദമായി പലരും വിലയിരുത്തപ്പെടുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഗാസയിൽ നിന്നും റിപ്പോർട്ടുകൾ ശേഖരിക്കുന്ന പല ഏജൻസികളും UNRW ഉൾപ്പെടെ പലപ്പോഴും സംശയത്തിന്റെ നിഴലായിട്ടുണ്ട്. UNRWയുടെ അതായത് ഉണ്ട്ര എന്ന് നമ്മൾ ചുരുക്കപ്പേരിൽ പറയുന്ന ഉണ്ട്രയുടെയൊക്കെ ട്രക്കുകളിൽ നിന്ന് പലപ്പോഴും ആയുധങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഉണ്ട്രയുടെ പല പ്രവർത്തിക്കുന്ന ഒരു 4% ആൾക്കാരും ഹമാസിന്റെ ആൾക്കാർ തന്നെയാണെന്ന് തെളിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഒക്ടോബർ 7 ആക്രമണത്തിലും അതിൽ പിന്നിൽ പ്രവർത്തിച്ചവർ ഉണ്ട്രയിൽ ഉണ്ടായിരുന്നു. അതിന്റെ തുടർന്ന് 19 പേരെ UN പിരിച്ചുവിട്ടിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ സംശയത്തിന് നിലനിൽക്കുന്ന ഏജൻസികളും ഇതിനൊക്കെ തന്നെയാണ് ഈ റിപ്പോർട്ട് വരുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അതിനെ എതിർക്കുന്ന ആൾക്കാർ ഇതിനെ വിശദമായിട്ട് ഇത്തരം കാര്യങ്ങളെ അത് നിശിതമായിട്ട് എതിർക്കുന്നില്ല, അതിന് പൂർണ്ണമായിട്ടും വിശ്വസനീയമല്ലാത്ത അതൊരു പ്രൊപ്പഗണ്ട എന്ന രീതിയിൽ എടുക്കാൻ ഒരു കാരണം എനിക്ക് തോന്നുന്നത്. ഞാൻ മുഹമ്മദ് നസീറിലേക്ക് വരികയാണെങ്കിൽ ഈ അവിടുത്തെ സ്റ്റാർവേഷന്റെ കാര്യം, സ്റ്റാർവേഷൻ പലപ്പോഴും മുഹമ്മദ് നസീറിനെ സൂചിപ്പിച്ചു. ഒരിക്കലും ഇസ്രായേലോ അല്ലെങ്കിൽ മറ്റേ ആരോ ഗാസയിൽ ഒരു പട്ടിണിയും ഇല്ല എന്ന് പറയുന്നില്ല. കാരണം തീർച്ചയായും യുദ്ധക്കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് പട്ടിണികളും ദാരിദ്ര്യങ്ങളും ഒക്കെ ഉണ്ടാകും, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അത് കെട്ടിച്ചമച്ച് വളരെ വലിയ തോതിൽ ഒരു പ്രൊപ്പഗണ്ടയായിട്ട് അത് ഉയർത്തുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു വാദം വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന് അവിടെ നിന്ന് വരുന്ന പല ചിത്രങ്ങളും അത് പലതും പല രോഗാവസ്ഥയുള്ള കുട്ടികളുടെയൊക്കെ ചിത്രങ്ങളാണ്. അല്ലെ സെർബൽ പാൽസിയും അതേപോലെ മസ്കുലർ ഡിസ്ട്രോഫിയും പോലുള്ള അസുഖങ്ങൾ വരുന്ന കുട്ടികളെ എടുത്തു നിൽക്കുന്ന രക്ഷിതാക്കളുടെ ഫോട്ടോകളൊക്കെയാണ് പട്ടിണി എന്ന രീതിയിൽ വരുന്നത്. രക്ഷിതാക്കൾ ഒന്നും ആ സ്റ്റാർവേഷൻ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കണ്ടാൽ തോന്നത്തുമില്ല. ഒരു സ്റ്റാർവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ജനങ്ങളും, കുട്ടികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും എല്ലാവരും ആ ഒരു പട്ടിണി കോലങ്ങൾ പോലെ ആയിരിക്കും. അപ്പോൾ ഇത് പ്രത്യേക ചില രോഗാവസ്ഥകളുള്ള കുട്ടികൾ, അത് ഏത് സമൂഹത്തിലുണ്ട്, കേരളത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത്തരത്തിലുള്ള രോഗാവസ്ഥയുള്ള കുട്ടികളുടെ ചിത്രങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള ഓരോ ഫോട്ടോകൾ, അതേപോലെ പല ഫോട്ടോ ഷൂട്ടുകളുടെയും പിന്നെ അതിന്റെയൊക്കെ ഡീബങ്ക് ചെയ്തുകൊണ്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നതാണ്. ഗാസ വുഡ് എന്ന് പറഞ്ഞ ഒരു വിശേഷണത്തിൽ തന്നെ കുറേ വീഡിയോകൾ വരാറുണ്ട്. ഗാസയിലെ ഇതുള്ള ഫേക്ക് ഫോട്ടോഷൂട്ടുകളെ പറ്റിയും ഒക്കെ ഉള്ള ഒരുപാട് വാർത്തകൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ സ്റ്റാർവേഷൻ വളരെ കെട്ടിച്ചമച്ച ഒരു സ്റ്റാർവേഷൻ ആണെന്ന് പറയാൻ കാരണം. കഴിഞ്ഞ 18 മാസത്തിനിടയ്ക്ക് ഏകദേശം 25,000 പുറത്ത് ട്രക്കുകളാണ് ഉണ്ട്രയുടെ മാത്രമായിട്ട് അവിടെ എത്തിയത്. അതുകൂടാതെ ഇസ്രായേലിന്റെയും അമേരിക്കൻ ഏജൻസികളും മറ്റൊരുപാട് സഹായങ്ങൾ എത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, സുഡാന്റെ കാര്യം പറഞ്ഞു. സുഡാനിൽ എത്തുന്നതിനേക്കാളും 20 ഇരട്ടിയോളം ട്രക്കുകളാണ് ഇവിടെ എത്തുന്നത്. ഇത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഒരു പകുതിയോ മൂന്നിലൊന്നോ ഒക്കെ ഉള്ള ഒരു 350 ചതുരശ്ര മീറ്റർ മാത്രം ഒരു വലിപ്പമുള്ള ഒരു ചെറിയ പ്രദേശം, ഒരു 20 ലക്ഷം ആൾക്കാരുള്ള പ്രദേശത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവിടത്തേക്കാണ് ഇത്രയും ട്രക്കുകളും ഇത്രയും സഹായങ്ങളും ലോകരാജ്യങ്ങളിൽ നിന്നെല്ലാം ഇത്രയും വലിയ സഹായങ്ങളും എല്ലാം എത്തിയിട്ടും അവിടെ സ്റ്റാർവേഷൻ അനുഭവിക്കുന്നു എന്നുള്ളൊരു വാർത്ത അത് ഹമാസിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അത്തരം ഏജൻസികളിൽ നിന്ന് മാത്രം അത് പലപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്തതും അതുകൊണ്ടായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. അത് അഞ്ജലിക്കറിയി പിന്നീട് സംസാരിക്കാം. നസീറിലേക്ക് ഒന്ന് പോയിട്ട് വരാം. മുഹമ്മദ് നസീർ സാർ, ഇവിടെ ഈ പറഞ്ഞ കാര്യത്തില്
അങ്ങനെ പറഞ്ഞ ഈ സ്റ്റാർവേഷന്റെ കാര്യത്തിൽ സാറിന് എന്തെങ്കിലും അധികമായിട്ട് പറയാനുണ്ടെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ വംശഹത്യ എന്നൊരു കാര്യവും പറഞ്ഞു. അതിനെക്കുറിച്ചും നമുക്ക് പരാമർശിച്ച് പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. സ്റ്റാർവേഷന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാണ്. അതൊരു ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയാണ്. മാസ് സ്റ്റാർവേഷൻ ആണ്. ഫുഡ് ക്രൈസിസ് സീരിയസ് ആയിട്ടുണ്ട് അവിടെ. അതിന് ഒരു പരിധിവരെ ഇസ്രായേൽ കാരണമാണ്. കാരണം വെച്ചാല് ഇസ്രായേലിന്റെ കാൽക്കുലേഷൻസിൽ വന്ന ചില പിഴവുകളുണ്ട്. കാരണം വെച്ചാൽ അവര് ഈ ഫുഡ് എയ്ഡില് ഈ വാർ നടക്കുന്ന സമയത്ത് ഹോർഡിങ് ഉണ്ടാവുന്നോ അല്ലെങ്കിൽ അത് ലൂട്ട് ചെയ്യപ്പെടുന്നുള്ള ഒരു അതൊന്നും എൻവിസേജ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ഇത്രയും ഫുഡ് ഷോർട്ടേജ്, ഫുഡ് ക്രൈസിസ് ഉണ്ടാവാനുള്ള ഒരു കാരണം. മാസ് സ്റ്റാർവേഷനിലെന്നാണ്. മാസ് സ്റ്റാർവേഷനുള്ള തെളിവുകൾ ഈ ഗാസയിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. വന്ന ചിത്രങ്ങളൊക്കെ നേരത്തെ ഹെൽത്ത് കണ്ടീഷനിലെ ജനിതക രോഗങ്ങളൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉള്ള ചിത്രങ്ങളാണ് ഈ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പത്രങ്ങൾ. നമ്മൾ വളരെയധികം ആരാധിക്കുന്ന എന്താ പറയാ ഒരു ജേർണലിസ്റ്റിലൊക്കെ ന്യൂയോർക്ക് ടൈംസിനൊക്കെ നമ്മൾ വളരെ ആരാധനയോടുകൂടിയാണ് കാണുന്നത്. അപ്പൊ അത്തരം ഒരു മീഡിയ ഫ്രണ്ട് പേജിലെ ഈ ഒരു ചിത്രം കൊടുക്കുകയും അത് പിന്നെ ശരിയല്ലെന്ന് മനസ്സിലായപ്പോൾ അവരുടെ ഒരു PR ഏജൻസിയോ മറ്റോ ഉള്ള അവരുടെ വെബ്സൈറ്റിൽ അതിന്റെ കറക്ഷൻ കൊടുക്കുകയും ചെയ്തു. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. AFP എന്ന് പറയുന്നൊരു ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസി കഴിഞ്ഞ ജൂലൈ മാസത്തില് ഒരു വലിയ ഒരു ബ്രേക്ക് ചെയ്ത ന്യൂസാണ്. അതായത് അവരുടെ ഫോട്ടോ ജേർണലിസ്റ്റുകൾ അവർക്ക് ക്യാമറ കയ്യിൽ എടുക്കാനുള്ള പോലും കഴിയാത്തത്ര ഭീകരമായിട്ടുള്ള പട്ടിണി അനുഭവിക്കുകയാണ്, സ്റ്റാർവേഷൻ അനുഭവിക്കുക എന്നുള്ളതാണ് അവരുടെ 2 ജേർണലിസ്റ്റുകളുടെ പിന്നെ അവരുടെ റെവലേഷൻ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. AFPയുടെ ജേർണലിസ്റ്റ് ഗാസയിലുള്ള. അത് പിന്നീട് ഈ ക്യാമറ എന്ന് പറയുന്ന കമ്മിറ്റി ഫോർ അക്യുറസി ഇൻ മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടിംഗ് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നൊരു ഫാക്ട് ചെക്കിംഗ് ഗ്രൂപ്പ്, അവരത് ഇതേ സെയിം ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത 100 കണക്കിന് ചിത്രങ്ങൾ ഈ ജൂലൈ മാസത്തിൽ അവരുടെ തന്നെ ഫോട്ടോസ് അവര് പിന്നെ എന്താണ് ഈ പറയുന്ന ഈ സ്റ്റാർവേഷൻ അനുഭവിക്കുന്നു പറയുന്ന ഒരു ജേർണലിസ്റ്റ് അവിടെ പൊരി വെയിലെത്തിയിരിക്കുന്ന ചിത്രം ഈ ക്യാമറ എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുകയാണ്. 100 കണക്ക് ചിത്രം. അപ്പം ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയാണ്. അത് പ്രൊപ്പഗാൻഡയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ടാണ് ഒരുപാട്, ഇതിപ്പോ ഒരു സ്റ്റാർവേഷന്റെ കാര്യം മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഹോസ്പിറ്റലിൽ പെട്ടെന്ന് അസത്യം എന്താണ് ലോകം എമ്പാടെത്തുമ്പോഴത്തേക്കും സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചെറിയ ഒരു കറക്ഷനിൽ അല്ലെങ്കിൽ കോളത്തിൽ അത് വാർത്തയിട്ട് വരും. അതാരും ശ്രദ്ധിക്കില്ല. അപ്പോഴത്തേക്കും നെറേറ്റീവ് സൃഷ്ടിക്കപ്പെടും. പിന്നെ എനിക്ക് പറയാനുള്ള ഇപ്പൊ ജനസൈഡിന്റെ കാര്യം പറയുമ്പോൾ ജനസൈഡ് ഒരു വളരെ സീരിയസ്, ലോകത്തിലെ മനുഷ്യരാശിയുടെ ഏറ്റവും ക്രൈം ഓഫ് ക്രൈംസ് ആണ് ജനസൈഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ ലാഘവത്തോടുകൂടി എടുക്കേണ്ടതല്ല. കാരണം ജനസൈഡ് എന്നുള്ള വാക്ക് പോലും കോയിൻ ചെയ്തത് റാഫേൽ ലെംകിൻ എന്ന് പറഞ്ഞ പോളിഷ് ജൂയിഷ് ലോയറാണ്. 1944. 1948 ജനസൈഡ് കൺവെൻഷൻ നടക്കുന്നത്. ജനസൈഡ് കൺവെൻഷനിലാണ് കൃത്യമായിട്ട് ജനസൈഡ് എന്താണെന്നുള്ള ഡെഫിനിഷൻ വരുന്നത്. അതായത് കൃത്യമായ ഒരു വിത്ത് ഇന്റന്റ് ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ ഭാഗികമായോ കൂട്ടമായോ ഏതെങ്കിലും ദേശീയത അല്ലെങ്കിൽ ദേശീയ മത വംശീയ ഗ്രൂപ്പുകളെ ഉദ്ദേശം എന്നുള്ളത് ഇറ്റ്സ് എ ക്രൈം ഓഫ് ഇന്റന്റ്. അത് ഇതിൽ സ്ഥാപിക്കാൻ പറ്റില്ല. അത് സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ 7 ഭീകരാക്രമണമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ജനസൈഡൽ ഇന്റന്റോട്. കാരണം അവർക്ക് ജനസൈഡൽ ഇന്റന്റ് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഹമാസിന്റെ 1988 ചാർട്ടറിലെ ആർട്ടിക്കിൾ 7 നോക്കിയാൽ മതി. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ അവരുടെ ഇന്റൻഷൻ എന്താണെന്നുള്ളത്. അവസാനത്തെ ജ്യൂസിനെ വരെ പിന്നെ കൊല്ലുക എന്നുള്ളൊരു ഹദീസിന്റെ കോട്ട് എടുത്തിട്ടാണ് അതിൽ അവരുടെ ആർട്ടിക്കിൾ 7 പറയുന്നത്. അങ്ങനെയുള്ള ഇപ്പൊ നമ്മൾ ഇത് ഈ ഗാസയിൽ മാത്രമല്ല, ഞാൻ ഇപ്പൊ സിറിയയില് ഡ്രൂസിനെ അവിടുത്തെ സിറിയൻ HTS എന്ന് പറയുന്ന ഗ്രൂപ്പ്, ഈ അഹമ്മദ് അൽ ഷറയുടെ പട്ടാളം,
അവിടെ നടത്തിയത് ഇതാണ്, ജനസൈഡാണ്. അലവൈറ്റുകൾക്ക് നേരെ നടത്തിയത് ജനസൈഡാണ്. അതൊക്കെയാണ് ജനസൈഡിന് ഒരു കൃത്യമായി ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷനിൽ വരുന്നതെല്ലാം ഈ ഇസ്രായേലിന്റെ ഗാസ വാർ എന്ന് പറഞ്ഞത് യുണൈറ്റഡ് നേഷൻസിന്റെ ഫോർമർ അഡ്വൈസർ ഓൺ പ്രിവെൻഷൻ ഓഫ് ജനസൈഡ്, ഒരു കെനിയക്കാരിയായിട്ടുള്ള ആലിസ് ഡെറിറ്റു, അവരുടെ പിന്നെ കോൺട്രാക്ട് 2024 പുതുക്കിയില്ല ഈ യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറൽ. അപ്പൊ യുണൈറ്റഡ് നേഷൻസിന്റെ ഒക്കെ എന്താണ് പാർഷ്യാലിറ്റി ഒക്കെ പ്രത്യേക ചർച്ച ചെയ്യേണ്ടതാണ്. അത് കാരണം വെച്ചാൽ ഷീ റെഫ്യൂസ്ഡ് യൂസ് ദ വേർഡ് ജനസൈഡ്. അവർ പറയുന്നത് വെച്ചാൽ ജനസൈഡ് ഒരു ക്രൈം ഓഫ് ഇന്റൻഷൻ ആണ്. ആ ഇന്റൻഷൻ സ്ഥാപിക്കാൻ അതിൽ പറ്റിയിട്ടില്ല. പിന്നെ ഇന്റൻഷൻ നേരത്തെ അഞ്ജന സൂചിപ്പിച്ചത് പിന്നെ ന്യൂയോർക്ക് ടൈംസിൽ വന്ന ഒമേർ ബാർട്ടോവിന്റെ ലേഖനമാണെന്ന് തോന്നുന്നു, ഒരു ജൂ ജനസൈഡ് എക്സ്പേർട്ട്. ആ പുള്ളി അതിൽ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ചില ഈ റിമെമ്പർ ആമലേക് എന്ന് പറയുന്ന ഒരു നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി അതിൽ പറഞ്ഞ ഇസ്രായേൽ പട്ടാളക്കാരുടെ അഭിസംബോധന പറഞ്ഞാണ്, യു ഷുഡ് റിമെമ്പർ ആമലേക്. ആമലേക് എന്ന് വെച്ചാൽ ബിബ്ലിക്കൽ ക്യാരക്ടറാണ്. അതില് ആമലേക് ബൈബിളിൽ പറഞ്ഞ എ പീപ്പിൾ ടു ബി എലിമിനേറ്റഡ് എന്നുള്ളതാണ്. പക്ഷേ ഈ അമലേക്ക് എന്നുള്ളത് ഒരു സിംബോളിക്, ഇസ്രായേലില് ഒരു സിംബൽ ഓഫ് അൾട്ടിമേറ്റ് ഈവിൾ. അത് മാത്രല്ല ഇറ്റേണൽ വിജിലൻസ്. നമ്മളെ ഒരു ശത്രുവിനെതിരെ നമ്മൾ എത്രമാത്രം വിജിലന്റ് ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു സിംബലും കൂടിയാണ്. അതിന്റെ ഉദാഹരണം പറയാം. ഈ യാദ് വേഷ്, അവിടുത്തെ ജെറൂസലമിലെ ഹോളോകോസ്റ്റ് മെമ്മോറിയലില് ഈ റിമെമ്പർ ആമലേക്ക് എന്നുള്ളത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. ദ ഹേഗിലെ പിന്നെ ഹോളോകോസ്റ്റ് മെമ്മോറിയലിലും ഈ റിമെമ്പർ ആമലേക്ക് എന്നുള്ളത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അതൊരു ഇന്റൻഷൻ ആണെന്നൊക്കെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ, പിന്നെ അവിടെയുള്ള കുറെ എക്സ്ട്രീം റൈറ്റ് വിങ് പൊളിറ്റീഷ്യൻസ് ഒക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ ബാറ്റിൽ ഫീൽഡ് ഡിസിഷൻ ഒന്നും എടുക്കാനുള്ള യാതൊരു പിന്നെ റോളും ഇല്ല. അവിടെയുള്ള ഫൈനാൻസ് മിനിസ്റ്റർ സ്മോട്രിച്ച് എന്ന് പറയുന്ന ആളൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ റൈറ്റ് വിങ്, എക്സ്ട്രീം റൈറ്റ് വിങ് പൊളിറ്റീഷ്യൻസ് ആണ്. പക്ഷെ ദേ ഡോണ്ട് ഹാവ് എനി സ്വേ ഓൺ ദ ബാറ്റിൽ ഫീൽഡ് ഡിസിഷൻസ്. അവർ പട്ടാള കമാൻഡേഴ്സ് ഒന്നല്ല. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് ജനസൈഡൽ ഇന്റൻഷൻ നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാന്നല്ലാതെ അതൊന്നും ഒരു സ്ഥാപിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത്. ഞാൻ ഈ യുണൈറ്റഡ് നേഷൻസിന്റെ ഫോർമർ അഡ്വൈസർ ഓൺ ജനസൈഡ് പ്രിവെൻഷൻ, ഈ ആലിസ് ഡെറിറ്റു, ഷീ റിഫ്യൂസ് ടു യൂസ് ദാറ്റ് വേർഡ് ജനസൈഡ്. ഓക്കെ, അഞ്ജന, നമുക്കിപ്പോ ഈ സ്റ്റാർവേഷന്റെ കാര്യത്തില് സ്റ്റാർവേഷൻ ഉണ്ടെന്ന് അഞ്ജനയുടെ അഭിപ്രായങ്ങളോടൊക്കെ ഏകദേശം വിയോജിപ്പ് തന്നെയാണ്. സ്റ്റാർവേഷൻ ഉണ്ടെന്ന കാര്യത്തില് ആർക്കും വിയോജിപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ കണക്കുകളുടെ കാര്യത്തിൽ ഒരു വിഷയമുള്ളത്. അഞ്ജന UN റിപ്പോർട്ടോ അല്ലെങ്കിൽ ഹമാസിൽ നിന്ന് വരുന്ന, ഗാസയിൽ നിന്ന് വരുന്ന വാർത്തകളെ 100% വിശ്വസിക്കുകയും അത് പ്രൊപ്പഗണ്ട അല്ലെന്ന രീതിയിൽ അതിനെ പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അഞ്ജന സംസാരിക്കുന്നത്. മറിച്ച് മറുവാദം കേൾക്കുന്നത് അല്ല, അത് പറയുന്നത് നേരത്തെ പറഞ്ഞു പ്രൊപ്പഗണ്ട ആണ്, രണ്ടിടത്തും പ്രൊപ്പഗണ്ട ഉണ്ടെന്ന് പറയുകയും എന്നാൽ ഗാസയിൽ നിന്ന് വരുന്ന ആ റിപ്പോർട്ടുകൾ നമുക്ക് അത് ശരിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ മുഹമ്മദ് നസീർ അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ആൾക്കാർ അത് വിശ്വസനീയ അല്ല എന്ന രീതിയിലും അതിന് ലോജിക്കായിട്ട് എന്തുകൊണ്ടാണത് അത്രത്തോളം അതൊരു സ്റ്റാർവേഷൻ ഇല്ല എന്ന രീതിയിലുള്ള ഒരു വാദമാണ് അവിടെ ഉള്ളത്. അതങ്ങനെ നിലനിൽക്കട്ടെ, അത് കൂടുതൽ അതിൽ സംസാരിച്ച കാര്യമില്ല. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഇത് വംശഹത്യയുടെ കാര്യം. ഈ വംശഹത്യ എന്ന് പറയുമ്പോൾ അത് ഒരു വലിയൊരു അർത്ഥമുള്ള ഒരു വാക്കാണ്. വംശഹത്യ പറഞ്ഞാൽ ഒരു വംശത്തിലുള്ള ആൾക്കാരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് വംശഹത്യ എന്ന് പറയുന്നത്. സമാനമായ വംശഹത്യ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പം നസീർ സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പിന്നെ ഇവിടെ സിറിയയിൽ ഈ മാർച്ച് മാസത്തെ അലവേറ്റുകൾക്കെതിരെയും അതുപോലെ പിന്നീട് ഡ്രൂസുകൾക്കെതിരെയൊക്കെ ഏകദേശം 1700 അലവേറ്റുകളെയാണ് കൊല്ലുന്നത്. അതായത് ഈ ഡ്രൂസുകളെയാണ് കൊല്ലുന്നത്. ഡ്രൂസ് ആണ് എന്നുള്ള ഒരൊറ്റ കാരണം മതി കൊല്ലാൻ. അപ്പൊ ഒരു വംശത്തെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യുന്ന 100% വംശഹത്യ എന്ന് പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ അറബ് വംശത്തെ അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളെ പൂർണ്ണമായിട്ടും അങ്ങനെ വംശഹത്യ ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണ് ഇവിടെ വംശഹത്യ ആലോചിക്കാൻ പറ്റുന്നതാണ്
ഒരു ചോദ്യം. കാരണം ഈ ഇസ്രായേൽ തന്നെ ഏകദേശം 20% മുസ്ലിങ്ങളുണ്ട് അല്ലെ? അപ്പൊ അവരെയൊക്കെ എപ്പോഴും എത്ര സുഖമായിട്ട് അവർക്ക് കൊല്ലാം. അല്ലെങ്കിൽ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു ചെറിയ പ്രദേശമാണ് ഗാസ എന്ന് പറയുന്നത്. ഇത്ര ദീർഘമായ ഒരു കാലം വേണ്ടല്ലോ. ഒരു വംശഹത്യ നടത്തുവാനാണെങ്കിൽ 2 ബോംബിങ്ങിലൂടെ തന്നെ അവർക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ വംശഹത്യ എന്ന് എങ്ങനെ നമുക്കിതിനെ പറയാൻ പറ്റും? പലപ്പോഴും ഒരു കാര്യം പറഞ്ഞോളൂ. പറഞ്ഞു. അല്ല, ഞാൻ പറയുന്നത് ഈ യുദ്ധമുഖത്ത് പലപ്പോഴും സിവിലിയൻസിനെ നേരെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നമ്മളങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വാർത്തകളിൽ നിന്ന് കണ്ടിട്ടില്ല. കൃത്യമായ ആക്രമണത്തിന് മുന്നറിയിപ്പ് കൊടുക്കുക. പലപ്പോഴും ഈ സിവിലിയൻസ് കൊല്ലപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹ്യൂമൻ ഷീൽഡ് ആയിട്ട് ഗാസ അല്ലെങ്കിൽ ഹമാസ് ആൾക്കാരെ ഉപയോഗിക്കുന്നില്ല എന്നൊരു വാദം അഞ്ജനയ്ക്കുണ്ടോ? അതൊന്നും ചോദിച്ചോട്ടെ. രാകേഷ് പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് കുറച്ച് പോയിന്റുകൾ ഐ വുഡ് ലൈക്ക് ടു എലാബറേറ്റ് ഓൺ. ഒന്ന്, ഇസ്രായേൽ ഹമാസ് നടത്തുന്നത് 2 കൂട്ടരും പ്രൊപ്പഗാൻഡ നടത്തുന്നു. പക്ഷേ ഹമാസിൽ നിന്ന് വരുന്ന നമ്പറുകൾ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കാൻ തയ്യാറായി എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിൽ ഒന്ന്, ഞാൻ ഐ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് എന്തുകൊണ്ടാണ് ഹമാസിൽ നിന്ന് വരുന്ന നമ്പറുകളല്ല, ഗാസ ഹെൽത്ത് മിനിസ്ട്രിയിൽ നിന്ന് വരുന്ന നമ്പറുകൾ ഇന്റർനാഷണലി ആക്സെപ്റ്റബിൾ ആകുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ആ നമ്പേഴ്സ് ആണ് ഞാൻ വിശ്വസിക്കുന്നതും അതാണ് ജനറലി ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നതും. ഒന്ന്, പിന്നീട് എനിക്ക് വളരെ വളരെ ക്യൂരിയസ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ഹമാസ് അല്ലെങ്കിൽ ഗാസയിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റാവേഷൻ അനുഭവിക്കുന്ന ഹംഗ്രി ആയിട്ടുള്ള കുട്ടികളുടെ ചിത്രങ്ങളെല്ലാം ഫോട്ടോഷൂട്ടുകളാണെന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അതേ ഹമാസ് ആ ചിത്രങ്ങളല്ല, അത് യാഥാർത്ഥ്യമാണ്. അത് ഓരോ ജനിതക രോഗങ്ങളുടെ ഫോട്ടോകൾ തന്നെയാണ്. അതല്ലാതെ ഫോട്ടോഷൂട്ടുകൾ വേറെയാണ്. പാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കുറെ ഫോട്ടോഷൂട്ടുകൾ. അവിടെ നിന്ന് പുറത്തു വരുന്ന ചിത്രങ്ങൾ മാത്രമല്ല ആ ചിത്രങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന വീഡിയോകളും പുറത്തു വന്നിരുന്നു. അല്ല, ചിത്രങ്ങൾ വെച്ച് ഫോട്ടോഷൂട്ടാന്ന് പറയുന്നതല്ല. അതെ, നിങ്ങൾ എടുത്തു പറയുന്ന 1-2 ഇങ്ങനെയുള്ള ഇൻസിഡന്റുകൾ എനിക്ക് തോന്നുന്നത് താങ്കൾ പറയുന്നത് ഒരു ട്രക്കിന്റെ പുറത്ത് ധാരാളം ആളുകൾ പാത്രങ്ങൾ കൈ മുന്നോട്ട് നീട്ടി ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ സൈഡിൽ നിന്നും ഇപ്പുറത്ത് ഫോട്ടോഗ്രാഫർ നിന്ന് ഫോട്ടോ എടുക്കുന്ന വീഡിയോ പുറത്തുവിടുന്നു. അതൊരു പ്രൊപ്പഗാൻഡ വീഡിയോ എന്ന് പറഞ്ഞു. പിന്നീട് വരുന്ന ഫോട്ടോകളും ചിത്രങ്ങളും നിമിഷങ്ങൾക്കുള്ളിൽ ആ ട്രക്കിൽ എയ്ഡ് അല്ലെങ്കിൽ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന ചിത്രങ്ങൾ പിന്നീട് വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ഞാൻ പറയുന്നത് പ്രൊപ്പഗാൻഡ മാത്രമാണ് അവിടെ സ്റ്റാർവേഷൻ ഇല്ല എന്ന് നിങ്ങൾ പറയുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത്. കാരണം വാട്ട് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ഈസ് ഈ പ്രൊപ്പഗാൻഡയാണ് ഹമാസിൽ നിന്ന് വരുന്ന കുട്ടികളുടെ പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ ഫോട്ടോ എന്ന് നമ്മൾ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുമ്പോൾ ഇതേ ഹമാസ് പുറത്തുവിട്ട പട്ടിണി കോലത്തിലുള്ള ഇസ്രായേലി ഹോസ്റ്റേജിന്റെ ചിത്രവും വീഡിയോയും വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണല്ലോ. അത് ജനതരോഗമാണോ? ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണ്ട എന്നുള്ള ഒരു അതാണ് ചോദിക്കുന്നത്. നമുക്ക് അങ്ങനെ അല്ല, അതാണ് അവിടെ നമുക്ക് ലോജിക്കൽ തിങ്കിങ് മാത്രമേ സാധ്യമാവൂ. നമ്മളല്ലേ ഫാക്ട് ചെക്ക് ചെയ്യുന്ന പിന്നെ എങ്ങനെയാണ് നമ്മളിവിടെ? നമുക്കൊരു ലോജിക്കൽ തിങ്കിങ്ങിലൂടെ മാത്രമേ ഒരു യുദ്ധമുഖത്ത് 2 പ്രൊപ്പഗാൻഡകൾ വരുമ്പോൾ നമുക്കതിന്റെ എന്താണ് യഥാർത്ഥ ശരിയെന്ന് ഒരു വിശകലനം ചെയ്യാൻ സാധിക്കൂ. പക്ഷെ അവിടെയാണ് ഹമാസിന്റെ അല്ലെങ്കിൽ ഹമാസ് മന്ത്രാലയം എടുത്തു പറയുന്നു. ഹമാസ് ആരോഗ്യ മന്ത്രാലയം എന്ന് പറഞ്ഞാൽ ഹമാസ് തന്നെയാണ്. ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള വാർത്തകൾ ഇന്റർനാഷണലി എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആണ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് വാദത്തിലുള്ള ഞാൻ കാണുന്ന ഒരു പ്രശ്നം, ഗാസയിൽ നിന്ന് പുറത്തു വരുന്ന വീഡിയോകളും ചിത്രങ്ങളും നിങ്ങൾ 1-2 എക്സാമ്പിളുകൾ എടുത്തു പറയുന്നു. പക്ഷെ 1-2 ആണെങ്കിൽ യുദ്ധത്തിൽ നിന്ന് വരുന്ന ചിത്രങ്ങളും വീഡിയോകളും മറിച്ചുള്ള ചിത്രങ്ങളും വരേണ്ടതല്ലേ? 1-2 ചിത്രങ്ങൾ മാത്രം എടുത്ത് നിങ്ങൾ മറിച്ചുള്ള ചിത്രങ്ങളും ധാരാളം വരേണ്ടതല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വരുന്നുണ്ടല്ലോ. നിങ്ങൾ പറയുന്നത് പ്രൊപ്പഗാൻഡ വീഡിയോസും പ്രൊപ്പഗാൻഡ ചിത്രങ്ങളും മാത്രമേ വാട്സാപ്പ് വീഡിയോകളിൽ പ്രചരിക്കുന്നുള്ളൂ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ വാട്സാപ്പ് വീഡിയോയിലൂടെ അല്ലേ അഞ്ജനയും അതൊക്കെ കാണുന്നത്? അല്ല, നേരിട്ട് അവിടുന്ന് എന്തെങ്കിലും റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ടോ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അപ്പോൾ വരുന്ന വീഡിയോസ് ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ട് വീഡിയോസ് ആണ് നിങ്ങൾ വിശ്വസിക്കുന്നു. മീഡിയയെ അവിടെ ഇന്റർനാഷണലി ഇൻഡിപെൻഡന്റ് ആയി റിപ്പോർട്ട് ചെയ്യാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവിടെ ഇൻഡിപെൻഡന്റ് വെരിഫിക്കേഷൻ നടക്കുന്നില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. അതിന്റെ ഉത്തരവാദി ഇസ്രായേലാണ്.
യുണൈറ്റഡ് തീർച്ചയായും അത് നേഷൻസ് സമ്മതിക്കുന്നു. ഓർഗനൈസേഷൻസ് അവിടെ ഉൺറുവ അല്ലെങ്കിൽ വേൾഡ് ഫുഡ് പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഓക്സ്ഫാം തുടങ്ങിയിട്ടുള്ള ഓർഗനൈസേഷൻസ് പുറത്തുവിടുന്ന നമ്പറുകളും അതും അവിടെയുള്ള അതിന് വിശ്വസനീയമല്ല എന്ന് നിങ്ങൾ വാദിക്കുന്നു. അപ്പോൾ എങ്ങനെ വിശ്വസനീയമായിട്ടുള്ളത് വിശ്വസനീയമാകും? എന്താണ്? ഉൺട്രോയുമായി ഇസ്രായേൽ പുറത്തുവിടുന്ന നമ്പറുകൾ വിശ്വസനീയമാണ്. ഉൺട്രോയുമായിട്ട് ഇസ്രായേൽ ബന്ധപ്പെട്ട എന്താണ് ഗാസയിൽ ചെയ്യുന്നത് എന്ന് അവകാശപ്പെടുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ വാട്ട് ഇസ് ദ അല്ല ബേസിസ് നമ്മൾ ദേർ? അതിന്റെ ലോജിക് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് അല്ലല്ല ഇസ്രായേൽ ഇസ് ആൻ ഓക്യുപൈയിങ് ഫോഴ്സ് ദേർ. അല്ല അല്ലെ, ഇസ്രായേൽ ഇസ്രായേൽ ആണ് പുറത്തുവിട അവിടെ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ അല്ല വിശ്വസിക്കുന്നു ഇസ്രായേൽ ലോജിക്കലി അങ്ങനല്ല. പ്രോബ്ലം. ഇസ്രായേലിന്റെ വാർത്തകളെ പറ്റി ഞങ്ങൾ മിണ്ടിയിട്ടില്ല. ഇസ്രായേലിന്റെ പ്രൊപ്പഗണ്ടയെ പറ്റിയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വാർത്തകളാണ് ശരിയെന്നോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മാധ്യമങ്ങളെ വാർത്തകളെ ഒന്നും നമ്മള് പറഞ്ഞിട്ടില്ല. അല്ല, ഇസ്രായേലിന്റെ പ്രൊപ്പഗണ്ടകളെ ഉൾക്കൊള്ളുന്നില്ല. പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞേ, ഇസ്രായേലിന്റെ പ്രൊപ്പഗണ്ടയ്ക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ബിക്കോസ് ദർ ഇസ് എ ഫ്രീ മീഡിയ ദേർ. ഗാസയുടെ ഉള്ളിൽ സ്റ്റാർവേഷൻ നടക്കുന്നുണ്ടോ, കുട്ടികൾ മരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇസ്രായേൽ പറഞ്ഞാൽ മാത്രമേ നമ്മൾ വിശ്വസിക്കൂ എന്ന് പറയുന്നത് ഇല്ല, അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഗാസയിൽ നിന്ന് അല്ല ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഗാസയിൽ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത്. ഇസ്രായേലിനെ നമുക്ക് കൊണ്ടുവരുന്നതേ ഇല്ല. അതൊക്കെ ആവശ്യത്തിൽ നമ്മൾ മുന്നോട്ട് ചർച്ച കൊണ്ടുപോകുന്ന കാര്യമില്ലെന്നാണ് ഇരിക്കുന്നത്. കാരണം ഗാസ നമുക്ക് വംശഹത്യയിലേക്ക് പറഞ്ഞു, ഗാസയിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ് ആധികാരികം എന്നുള്ളതാണ് അഞ്ജനയുടെ നിലപാട്. വംശഹത്യയുടെ കാര്യം താങ്കൾ പറഞ്ഞതുപോലെ ഐ ജസ്റ്റ് വാണ്ടഡ് ടു പോയിന്റ് ഔട്ട് വൺ തിങ്. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഒരു ജോർഡൻ എയ്ഡ് പ്ലെയിൻ ഗാസയിലോട്ട് എയ്ഡ് ഡ്രോപ്പ് നടത്തുകയുണ്ടായി. അപ്പോൾ ആ പ്ലെയിനുകളിൽ ചില ഇന്റർനാഷണൽ ജേർണലിസ്റ്റുകൾ ഉണ്ടാവുകയും മുകളിൽ നിന്ന് ഇതിനു മുമ്പ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഏരിയൽ വ്യൂ ഓഫ് ഗാസ എന്നൊക്കെ പറഞ്ഞ്. ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഗാസയിലുള്ള പത്ര പ്രവർത്തകരാണ്, അവർ ഇൻഡിപെൻഡന്റ് അല്ല എന്ന് അവകാശപ്പെടുമ്പോൾ അവരാണ് ഈ ഏരിയൽ ഫുട്ടേജസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ജോർഡൻ എയ്ഡ് പ്ലെയിനിൽ നിന്ന് ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എടുത്ത ചില ഏരിയൽ ഫുട്ടേജസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് കണ്ണുണ്ടെങ്കിൽ ആ കണ്ണിനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ ആ ഏരിയൽ ഫുട്ടേജസിൽ കാണുന്ന ആ ഒരു എക്സ്റ്റെന്റ്, ആ സ്കെയിൽ ഓഫ് ഡിസ്ട്രക്ഷൻ ഗാസയിൽ നോക്കിയാൽ നമ്മളൊരു വേൾഡ് വാർ 2 സൈറ്റിൽ ഭീകരമായിട്ടുള്ള ഒരു സ്കെയിൽ ഓഫ് ഡിസ്ട്രക്ഷൻ ആണ്. 6 ഹിരോഷിമയാണ് ഗാസയിൽ ഇസ്രായേൽ 6 ഹിരോഷിമാസ് ആണ് ഈക്വലന്റ് ആയിട്ടുള്ള ബോംബിംഗ് എന്നാണ് പറയപ്പെടുന്നത്. 85,000 ടൺസ് ഓഫ് ബോംബ്സ് ആണ് ഇസ്രായേൽ കഴിഞ്ഞ ഈ 2 വർഷത്തിനുള്ളിൽ 41 കിലോമീറ്റർ മാത്രം നീളമുള്ള 13 കിലോമീറ്റർ വൈഡ് ആയിട്ടുള്ള ഈ ഒരു ചെറിയ ഗാസ സ്ട്രിപ്പിൽ ഇസ്രായേൽ വിക്ഷേപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്തു? എന്തുകൊണ്ടാണ് അതൊക്കെ തീർച്ചയായും വിശ്വസിക്കുന്നു. ഈ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം നടത്തുന്നില്ല എന്നൊന്നും ആരും പറയുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ടാർഗറ്റ് ആയെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. October 7 മുമ്പ് ഇതായിരുന്നില്ലല്ലോ അവിടുത്തെ അവസ്ഥ. October 7 ബന്ദികളെ പിടിച്ചതിന് ശേഷം ഉണ്ടായ അവസ്ഥയെ പറ്റിയാണ് അഞ്ജന ഇപ്പോൾ സംസാരിക്കുന്നത്, അല്ലെ? ബന്ദികളെ വിട്ടുകൊടുത്താൽ ഉടൻ തന്നെ തീരാവുന്ന ഒരു വിഷയത്തിനെയാണ് എന്തുകൊണ്ടാണ് ഹമാസിൽ ആ ഒരു ഈ ഗാസയിൽ ഈ ഒരു വിഷയം ഉണ്ടാകുന്നത് ഇപ്പോഴും? Okay, Rakesh, that is a totally different discussion altogether. If you want to get into that, you can get into that. അല്ല അഞ്ജന പറയുന്നത് ഒരു യുദ്ധത്തിൽ ഉണ്ടാകുന്ന കെടുതികളെ പറ്റിയാണ്. ഒരു യുദ്ധത്തിൽ കെടുതികൾ ഉണ്ടാകുന്നില്ല എന്ന അഭിപ്രായമുള്ളവരല്ലാതിരിക്കുന്നവരാരും യുദ്ധത്തിൽ തീർച്ചയായും കെടുതികൾ ഉണ്ടാവും. അപ്പൊ ആ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അവിടെ ചിന്തിക്കേണ്ടത്. ഇടകൾ വിചാരിച്ചാൽ ആ നിമിഷം തന്നെ അവസാനിപ്പിക്കുന്ന ഒരു യുദ്ധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇപ്പോഴും ബന്ദികളെ വിട്ടുകൊടുക്കുന്നതിനെ പറ്റി എളുപ്പമായിട്ടുള്ള മാർഗം എന്താണെന്നാണ് രാകേഷ്? എളുപ്പമാർഗമല്ല, എളുപ്പമാർഗം എന്നുള്ളതല്ല. ഇപ്പോഴത്തെ യുദ്ധം ആരംഭിച്ചതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇപ്പോഴത്തെ October 7 സംഭവം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഏകദേശം 10,000 കൊല്ലുകയും, അല്ലെ, കൊച്ചു കുട്ടികളടക്കമാണ് കൊന്നത്. സ്വന്തം അച്ഛനെയും അമ്മയും ഒക്കെ, അമ്മയെ റേപ്പ് ചെയ്തു, അച്ഛനെ കൊന്നും, തീരെ കുട്ടികളെ അറിയാലോ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ബന്ദികളെ വിട്ടുകൊടുത്താൽ തീരാവുന്ന ഒരു യുദ്ധമാണോ ഇപ്പോൾ നടക്കുന്നത് അഞ്ജനയുടെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ആക്രമണത്തിൽ? Okay, let me talk about that. See, ആദ്യം തന്നെ ഇസ്രായേൽ നടത്തുന്ന വലിയ തോതിലുള്ള ഗാസയിൽ ഉള്ളിൽ നടത്തുന്ന ഇപ്പോൾ ഈ ഒരു ജനസൈഡൽ ഇന്റന്റോട് കൂടി എന്ന് പല സ്കോളേഴ്സും പല UN അഭിപ്രായപ്പെടുന്ന ഈ നടക്കുന്ന യുദ്ധം
അതിനെ അവിടെ നടക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെ കുറിച്ചോ സ്റ്റാർവേഷനെ കുറിച്ചോ കുട്ടികളെ 20,000-ൽ പരം കുട്ടികളെ കൊന്നൊടുക്കിയിട്ടുള്ള ഈ യുദ്ധത്തിനെ കുറിച്ചോ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഹമാസ് ഇസ്രായേലിൽ നടത്തിയിട്ടുള്ള വലിയ തോതിൽ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആ തീവ്രവാദ ആക്രമണം നമ്മൾ അംഗീകരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുവെന്നോ അല്ലെങ്കിൽ ഹമാസ് എന്ന ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു മിലിഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല അതിനർത്ഥം. ഫസ്റ്റ് ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി ക്ലിയർ. So people who talk for Palestine, they are not talking for Hamas എന്ന് ഉള്ള ഒരു that ground rule I would like to establish. ഗാസയിൽ നിന്ന് മറ്റൊരു കണക്കെടുക്കാനുള്ള സംവിധാനം ഒരു സംവിധാനം ഉള്ളത് തടുക്കുന്നതാണ് എന്റെ ചോദ്യം. അതുകൊണ്ട് 100% അതിനെ നമുക്ക് വിശ്വസത്തിലെടുക്കാമെന്നാണോ സാധ്യത? 60,000 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതില്ല 60-70% സ്ത്രീകളും കുട്ടികളും മാത്രമാകുന്നത് എന്താണ്? അവിടെ ഹമാസ് പോരാളികൾ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതിന്റെ കണക്കുകളുണ്ടോ? അല്ലെങ്കിൽ ഈ യുദ്ധങ്ങളിൽ അല്ലാതെ സ്വാഭാവികമായിട്ട് അവിടെ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതിന്റെ കണക്കുകളുണ്ടോ? ആക്സിഡന്റിലോ മറ്റു അസുഖങ്ങളിലോ കൊല്ലപ്പെട്ട ആൾക്കാരുടെ കണക്കുകളുണ്ടോ? എന്ന് ഗാസ മീഡിയ അല്ലെങ്കിൽ ഹമാസ് അവകാശപ്പെടുമ്പോൾ അതിൽ എത്ര സിവിലിയൻസ് കൊല്ലപ്പെട്ടു, എത്ര ഒരു പറയുന്നില്ല. തീർച്ചയായും അല്ല ഞാൻ സമയക്കുറവ് മൂലം ഒന്നിടപെട്ടോട്ടെ. അപ്പൊ ആ വിഷയത്തിൽ നമ്മൾ മുന്നോട്ട് സംസാരിച്ചു പോയാൽ തീർച്ചയായും അഞ്ജന ആധാരമാക്കുന്നത് ഗാസയിൽ നിന്ന് വരുന്ന കണക്കുകളാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നമ്മൾ മുന്നോട്ട് സംസാരിക്കുന്ന കാര്യമില്ല. നമുക്കിപ്പം ഈ തൊട്ട് മുമ്പ് വന്ന ചോദ്യം, ഗാസയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അത് 60,000 പേരാണെങ്കിലും 20,000 പേരായാലും കൊല്ലപ്പെടുന്നുണ്ട്, ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട്, കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പട്ടിണി അനുഭവപ്പെടുന്നുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യം തന്നെയാണ്, നമുക്ക് മുന്നിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത് ഒരു വംശഹത്യയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കണക്കുകൾ നമുക്ക് മാറ്റിവെക്കാം. തീർച്ചയായും വംശഹത്യ എന്ന് പറയുന്നത് നമ്മളുടെ ഫെല്ലോ പാനലിസ്റ്റ് പറഞ്ഞ പോലെ ഇറ്റ്സ് എ ഹെവി വേർഡ് അല്ലെ. വലിയ തോതിലുള്ള ഒരു ഇപ്പോ അങ്ങനെ ഒരു ആക്യൂസേഷൻ, ഇപ്പൊ ഒരു UN ബോഡിയും ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു അല്ലെങ്കിൽ ജനസൈഡ് നടത്തുന്നു എന്നൊരു UN ബോഡിയും ഇതുവരെ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിട്ടില്ല. വിച്ച് ഇസ് കറക്റ്റ്. കാരണം അതൊരു ഇറ്റ്സ് എ വെരി ഹെവി വേർഡ്. കാരണം അത്രയും വലിയ തോതിലുള്ള ഒരു എന്താ പറയാ ഒരു എൻറ്റയർ ഒരു പോപ്പുലേഷനെ തന്നെ തുടച്ചു നീക്കുന്ന അല്ലെങ്കിൽ വംശഹത്യ നടത്തുന്നു എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ ഒരു ജനസൈഡൽ ഇന്റന്റ് ഇസ്രായേലിനുണ്ട് എന്നാണ് ഈ പറയുന്ന പല ഇൻഡിപെൻഡന്റ് സ്കോളേഴ്സും അവകാശപ്പെടുന്നത്. അതിന്റെ കാരണം if I can please let me say why they are saying it. ഒന്ന്, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആ സ്കെയിൽ ഓഫ് ഡിസ്ട്രക്ഷൻ കണ്ടാൽ നമുക്കത് വളരെ വ്യക്തമാണ്. ഒരു ഹമാസ് മിലിറ്റൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടോ ഉള്ള വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കിൽ ഇത്രയും വലിയ തോതിലുള്ള, കാരണം ഒരു എൻറ്റയർ പാർട്സ് ഓഫ് ഗാസ ഫ്ലാറ്റൻഡ് ആണ്. UN തന്നെ പറഞ്ഞിട്ടുള്ളത് 70 ഇനി ഗാസ ഈസ് നോട്ട് ഹാബിറ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ മിലിറ്ററി വരുത്തിയിട്ടുണ്ട്. രണ്ടാമത്, നമ്മുടെ ഫെല്ലോ പാനലിസ്റ്റ് പറഞ്ഞു ചില റൈറ്റ് വിങ് പൊളിറ്റീഷ്യൻസ് വലിയ തോതിലുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ്, എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റുകളെല്ലാം ഇറക്കിയിട്ടുണ്ടാകാം എന്ന്. പക്ഷെ ഇത് നെതന്യാഹുവിന്റെ ക്യാബിനറ്റിലുള്ള വളരെ പവർഫുൾ മിനിസ്റ്റേഴ്സ് ആണ് ഗാസയിലുള്ള മനുഷ്യരെ മുഴുവൻ തുടച്ചു നീക്കണമെന്നും അങ്ങനെ ഒരു ജനസൈഡൽ ഇന്റന്റോട് കൂടിയുള്ള പല സ്റ്റേറ്റ്മെന്റ്സും ഓൺ റെക്കോർഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നെതന്യാഹു അടക്കം, അതുകൊണ്ട് തന്നെയാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ICJയിൽ നെതന്യാഹുവിന് എതിരെ ഈ ജനസൈഡൽ ഇന്റന്റോട് കൂടി വാർ ക്രൈംസിന് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന തെളിവുകൾ ഏതൊക്കെ എടുത്താൽ പോലും ഇസ്രായേൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി ഇസ്രായേലിന്റെ വാർ തുടങ്ങിയ സമയം മുതൽ ഇവിടെ പാലസ്തീനിയൻ ജനതയെ ഗാസയിൽ നിന്നും തുടച്ചു മാറ്റാനുള്ള ഒരു ഇന്റന്റ് അവിടെയുണ്ട്. ആ ഒരു റേസിനെ, ആ എൻറ്റയർ പോപ്പുലേഷനെ അവിടെ നിന്നും തുടച്ചു നീക്കാനുള്ള ഇന്റന്റ് ഉണ്ട് എന്ന് തുടക്കം മുതൽ ഈ പറയുന്ന ജനസൈഡ് സ്കോളേഴ്സും പല ഇൻഡിപെൻഡന്റ് UN വക്താക്കളും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴെല്ലാം ഈ നിങ്ങൾ പറഞ്ഞ അതേ വാദങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട്, സമ്മതിക്കുകയാണെങ്കിൽ പോലും. ഇപ്പോൾ
ഇസ്രായേലി ഗവൺമെന്റ് അണ്ടർ നെതന്യാഹു they have made it very clear അവരുടെ ഗാസയിലുള്ള ഇന്റൻഷൻ എന്താണെന്ന് അവൾ വളരെ വ്യക്തമായി, അത് ഞാൻ പറയുകയോ ഹമാസ് പ്രൊപ്പഗാൻഡയോ UN നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത UN പ്രൊപ്പഗാൻഡയോ നമ്പേഴ്സോ ഒന്നുമല്ല. ഇസ്രായേലി ഗവൺമെന്റ് വക്താക്കൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ഗാസ പിടിച്ചടക്കണമെന്നും ഗാസയിൽ നിന്നുള്ള ജനങ്ങളെ ഇപ്പോൾ ഇന്തോനേഷ്യ അതുപോലെ സൊമാലിലാൻഡ് ഈ 2 രാജ്യങ്ങളാണ് അവർ കണ്ടുവച്ചിട്ടുള്ളത്. ഗാസയിൽ നിന്നുള്ള ആളുകളെ അങ്ങോട്ട് പലായനം ചെയ്യിപ്പിക്കണമെന്നും ഇത് ഒരു എത്നിക് വംശഹത്യ ചെയ്ത ആൾക്കാരെ പിന്നെ പലായനം ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. വംശഹത്യ ചെയ്ത ആൾക്കാരെ പിന്നെ അങ്ങോട്ട് പലായനം ചെയ്യിപ്പിക്കാൻ അവർ മരിച്ചുപോയില്ലേ? സോറി അല്ല, അങ്ങനെ പലായനം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വംശഹത്യ ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെയാണ് പലായനം ചെയ്യും? വംശഹത്യ എന്ന് പറഞ്ഞാൽ അവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമല്ലേ, പിന്നെ അവിടെ എന്തിനാ പലായനത്തിന്റെ വിഷയം? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വംശഹത്യ അല്ലെങ്കിൽ ഒരു ജനോസൈഡ് എന്ന ഒരു ലേബൽ ഇസ്രായേൽ അവിടെ നടത്തുന്നത് ജനോസൈഡ് ആണ് എന്ന് ഒഫീഷ്യലായി ഒരു ബോഡിയും ഇതുവരെ ലേബൽ ചെയ്തിട്ടില്ല. ഐ അഗ്രി. ജനോസൈഡൽ ഇന്റന്റ് കാണിക്കുന്നുണ്ട് എന്നുള്ള accusations ആണ്, which we are forced to believe. That's what I'm saying. ഗാസയ്ക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. യൂതരെ കൊണ്ടുവെക്കുന്ന ഒരു ഉദ്ദേശം ഹമാസിന് ഒട്ടുമില്ല. അവർക്കുണ്ടോ? അഞ്ജനയുടെ അഭിപ്രായത്തില് ഒരുപക്ഷെ ഹമാസിന് യൂതരെ ഉന്മൂലനം ചെയ്യണമെന്നൊരു വംശഹത്യവാദം ഉണ്ടാകുമോ? ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതിന്റെ ഇന്റൻഷൻ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ അല്ലെങ്കിൽ ICCയിൽ നെതന്യാഹുവിനെ അഗെയിൻസ്റ്റ് ഉള്ള ആസ് എ വാർ ക്രിമിനൽ അതുപോലെ തന്നെയാണ് ഹമാസിന്റെ ചീഫിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ജനസൈഡൽ ഇന്റന്റോട് കൂടി തന്നെയാണ് ഇസ്രായേലിൽ കയറി 1200 ആളുകളെ വധിക്കുകയും അല്ലെങ്കിൽ അത്രയും വലിയൊരു തീവ്രവാദ ആക്രമണം ഹമാസ് അടിച്ചുവിട്ടത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നടക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഹമാസ് നടത്തുന്ന ക്രൂരതകളെ അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള October 7 നടത്തിയിട്ടുള്ള തീവ്രവാദ ആക്രമണത്തെ നമ്മൾ ന്യായീകരിക്കുന്നു എന്നതിന് അർത്ഥമില്ല. It is totally irrational to say that. അക്രമം മാത്രമല്ല, അത് വംശഹത്യയാണ്. വംശഹത്യയുടെ ഇന്റന്റോട് കൂടി തന്നെയാണ്. കാരണം 1200 ആളുകളെ ഇസ്രായേലിൽ കൊന്നിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയിൽ ഒരു 40,000 ആളുകളെ കൊല്ലുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. ഞാൻ അവിടെ കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കളോടും അതുപോലെ ഹോസ്റ്റേജസ് ആയി ഇപ്പോഴും അവിടെ നിന്നിട്ടുള്ള അല്ലെങ്കിൽ അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ള പല ഫാമിലീസിനോടും സംസാരിക്കുന്നതാണ്. അവരുടെ തീരാത്ത ആ ദുഃഖവും ട്രോമയും എന്താണെന്നൊന്നും we cannot even begin to comprehend. It doesn't mean or it doesn't justify. That's my only point. It doesn't justify what Israel is doing in Gaza. See, in the international law, there is something called proportionality. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. പഹൽഗാമിൽ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഒന്നിലും പെടാത്ത വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ടൂറിസ്റ്റുകളെയാണ് ഇന്ത്യ അവകാശപ്പെടുന്നു. അവർ വന്ന് ഒരു പോയിന്റ് ബ്ലാങ്ക് മതം ഏതാണെന്ന് ചോദിച്ച് കൊലപ്പെടുത്തിയത് അല്ലേ? Everybody agrees India had the right to retaliate. അതിർത്തിയിൽ കടന്ന് അവിടെയുള്ള ഗ്രാമങ്ങളിൽ ആയിരക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും ഈ പാക് തീവ്രവാദികളെ വെടിവെച്ച് കൊല്ലാൻ എന്നുള്ള ഇന്റന്റോട് കൂടി ഇന്ത്യ കൊന്നൊടുക്കിയിരുന്നെങ്കിൽ ഒരു ഇന്റർനാഷണൽ the Committee of International Countries would not have stood with India. വളരെ ഇതായി ഇന്ത്യക്ക് വിമർശനം ഏറ്റുവാങ്ങേണ്ടത്. because there is something called proportionality. That is exactly my point. Exactly the point of international. ഈ പഹൽഗാമിലെ കാര്യം പറഞ്ഞുകൊണ്ടൊന്ന് ചോദിക്കുകയാണ്. People who are experts of international law. There is something called proportionality. And Israel has completely broken that. Okay. അപ്പൊ ഞാൻ ഇനി മൂന്നിലേക്ക് ഒന്ന് പോകാം. അതിന് ജസ്റ്റ് ഒരു വാക്കിലൊരു ചോദ്യം അഞ്ജനോടൊന്ന് ചോദിച്ചോട്ടെ. നമ്മൾ പഹൽഗാമിലെ കാര്യം സംസാരിച്ചുകൊണ്ടാണ്. പഹൽഗാമിലെ ഒരു മതത്തിലെ ആൾക്കാരാണോ എന്ന് നോക്കിക്കൊണ്ട് മതം നോക്കിക്കൊണ്ട് ആൾക്കാരെ കൊന്നൊടുക്കിയ ഒരു സംഭവം, അതൊരു വംശഹത്യയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഒരു അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. ഞാൻ ഐ എം നോട്ട് ആൻ എക്സ്പെർട്ട് ഇൻ ജനോസൈഡ് എന്ന് പറയുന്നത് അല്ല, അത് നമ്മുടെ വിഷയമല്ല. ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. ആ വിഷയം വന്നോണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നമുക്ക് അത് ഒരു റിലീജിയസ് എക്സ്ട്രീമിസ്റ്റ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ റിലീജിയസ് എക്സ്ട്രീമിസം വ്യക്തമായും കാണുന്ന ഒരു ടെറർ അറ്റാക്ക് ആണ്. അതൊരു ജനസൈഡ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു.
തോന്നുന്നില്ല. ഓക്കെ ഓക്കെ. അല്ല ഓക്കെ ഓക്കെ. നോക്കി നമുക്ക് മതം ചോദിച്ച് ആണ് തീവ്രവാദികൾ ആളുകളെ കൊന്നത്. അതെ അതെ. നമുക്ക് നസീർ സാറിലേക്ക് പോവാം. ഈ അച്ഛനെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. ഗാസയിൽ വലിയൊരു ഉന്മൂലനം നടന്നിട്ടുണ്ട്. കെട്ടിടങ്ങൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏരിയ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം. പക്ഷെ അവിടെ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ തീർച്ചയായും ഒരു പ്രിസിഷൻ അറ്റാക്കിങ് ഇങ്ങനെയാണ്. ഇപ്പൊ ഇറാന്റെ കാര്യത്തിൽ എടുത്താൽ നമുക്ക് അറിയാം. അവരുടെ കൃത്യമായി തന്നെയാണ് ടാർഗറ്റ് ചെയ്ത ആൾക്കാരെ അവര് ആക്രമണം നടത്തുന്നത്. പക്ഷേ ഗാസയുടെ കാര്യത്തിൽ അത് സാധ്യമല്ല. അങ്ങനെ ഒരു കൃത്യമായ സ്ഥലം വാർത്തീടുകളോ അങ്ങനെ പ്രത്യേകിച്ചൊരു പോയിന്റുകളില്ല. മറിച്ച് ഈ ഹമാസ് തീവ്രവാദികൾ അവര് എപ്പോഴും അവര് ഹ്യൂമൻ ഷീൽഡായിട്ട് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യരെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ആയുധപ്രയോഗം മറ്റ് കേന്ദ്രങ്ങളും ഒക്കെ സ്കൂളുകളാണ്, ആശുപത്രികളാണ്, കെട്ടിടങ്ങളാണ്, വീടുകളാണ്. അപ്പൊ തീർച്ചയായും ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്ന റോക്കറ്റിന്റെ പ്രഭകേന്ദ്രം വെച്ച് അവർ ഇങ്ങോട്ട് തൊടുത്തുവിടുന്ന ആയുധങ്ങൾ തീർച്ചയായും മിസൈലുകളൊക്കെ വന്നു വീഴുന്നത് ഇത്തരം ഈ അർബൻ ഏരിയയിലാണ്. അതുകൊണ്ടാണ് വ്യാപകമായിട്ടൊരു നാശനഷ്ടം അവിടെ ഉണ്ടാകുന്നത്. അത് തന്നെയായിരിക്കാം ഒരു പക്ഷേ കാരണം. ഇവിടെ ഈ ഇസ്രായേലിന്റെ കാര്യത്തിലേക്ക് വംശഹത്യ എന്നുള്ളതാണ് ഇപ്പോഴും അഞ്ചന ഇപ്പോഴത് വംശഹത്യയാണെന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത്. ആ ഒരു വിഷയത്തില് നമുക്കത് എത്രയായിട്ട് നമുക്കത് എങ്ങനെ ഉൾക്കൊള്ളാം? ഒരു വംശഹത്യ എന്ന് പറയുമ്പോൾ ആ വാക്കിനൊരു മീനിങ് അല്ലേ? ആ ഒരു വംശത്തെ പൂർണ്ണമായിട്ടും, അത് വംശം എന്ന് പറയുന്നത് പാലസ്തീൻസിനെ അറബുകളെ ആണെങ്കിലും ആ ഒരു വംശത്തെ പൂർണ്ണമായിട്ട് മുൻകൂർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇസ്രായേലിൽ തന്നെ ഉള്ള ഏകദേശം 20% വരുന്ന ആൾക്കാരെ കൊന്നെടുക്കുകയല്ലേ അവർക്ക് ഏറ്റവും എളുപ്പമായ ഒരു മാർഗം. അതുപോലും അവർ മുതിരുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനെ ഏത് രീതിയിലാണ് വംശഹത്യ എന്ന് പറയാൻ കഴിയുക എന്ന നസീറിന്റെ അഭിപ്രായം? നസീർ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. രാകേഷ് പറഞ്ഞ കറക്റ്റാണ്. കാരണം വെച്ചാല് ഈ ഇസ്രായേലില് 1948 ഇസ്രായേൽ രാജ്യം ഉണ്ടാകുന്ന ആ വർഷം ഇസ്രായേലിനകത്തുണ്ടായിരുന്ന അറബ്സ് എന്ന് പറയുന്നത് 1,56,000 ആണ്. അത് ഇന്ന് 2 മില്യൺ അറബ്സ് ആണ് ഇന്ന് ഇസ്രായേലുള്ളത്. ഒരു ജനസൈഡൽ ഇന്റന്റ് ഉണ്ടെങ്കിൽ അത് ഇതൊരു നമുക്കൊരു ഈ 1,56,000 അറബ്സ് എങ്ങനെ 2 മില്യൺ അറബ്സ് ആയി? 2.1 മില്യൺ എന്നാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ മാൻഡേറ്റ് കാലത്ത്, ബ്രിട്ടീഷ് മാൻഡേറ്റ് കാലത്ത് മാൻഡേറ്റ് പലസ്തീൻ വെച്ചാൽ ഇന്നത്തെ ഇസ്രായേൽ, ജോർഡന്റെ കുറെ ഭാഗങ്ങളും ഒക്കെ ഉള്ള സ്ഥലം, വെസ്റ്റ് ബാങ്ക്, ഗാസ ഒക്കെ ഉള്ള സ്ഥലത്ത് 1947 കണക്കില് 1.3 മില്യൺ ആണ്. 1.3 മില്യൺ. ഇന്ന് വെസ്റ്റ് ബാങ്കിലും ഗാസയിലും മാത്രം എടുത്തു കഴിഞ്ഞാൽ 5.49 മില്യൺ ആൾക്കാരുള്ളത്. ബാക്കി പാലസ്തീൻസ് ഒക്കെ ജോർഡനിൽ എനിക്ക് തോന്നുന്നു മെജോറിറ്റിയും പാലസ്തീനിയൻസ് ആണ്. മെജോറിറ്റി 60% ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സബ്സ്റ്റാൻഷ്യൽ നമ്പർ ഓഫ് ജോർഡാനിയൻസ് ആർ പാലസ്തീനിയൻസ്. അപ്പൊ ഇതെങ്ങനെയാണ് ഒരു ജനസൈഡൽ ഇന്റന്റ് ഉണ്ടെങ്കിൽ ഇസ്രായേലിന് വളരെ എളുപ്പത്തിൽ ഗാസയിലൊക്കെ ആൾക്കാരെ തുടച്ചു നീക്കാം. അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, നേരത്തെ അഞ്ജന പറഞ്ഞു ഇവിടെ ഈ ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ എന്ന് വെച്ചാൽ യുദ്ധ നിയമങ്ങൾ എന്ന് പറയും, വാർ ലോ എന്നാണ് അതിനെ പറയുന്നത്. വാർ ഈസ് നോട്ട് ഇല്ലീഗൽ, പക്ഷേ certain acts of war are illegal. അപ്പൊ 3 പ്രിൻസിപ്പിൾസ് ഒന്ന് പറഞ്ഞു. പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞു, പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. അതിൽ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്റ്റിങ്ഷൻ. ഈ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്റ്റിങ്ഷൻ സിവിലിയൻസ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഫ്രം വാർ ഏരിയസ്. ഈ ഒരു പ്രിൻസിപ്പിള് വയലേറ്റ് ചെയ്തത് ഹമാസ് ആണ്. ഹമാസ് ഇസ്രായേലിൽ October 7 അറ്റാക്കിൽ അത് ഫോളോ ചെയ്തില്ല. They also used civilian infrastructure as human shields. Hospitals, schools, mosques എല്ലാം എന്താ പറയാ അവരുടെ യുദ്ധക്കാണ്. ഈ ഷീഫ ഹോസ്പിറ്റൽ എന്നാണ് തോന്നുന്നു അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അത് തെളിവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇസ്രായേല് വ്യക്തമായിട്ടുള്ള തെളിവുകളൊക്കെ കാണിച്ചാണ്. ഇസ്രായേല് എന്തെങ്കിലും രീതിയിൽ പ്രൊപ്പഗാൻഡ നടത്തുകയാണെങ്കിൽ അതൊക്കെ ഫാക്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്ക്രൂട്ടിനിക്ക് വിധേയമാണ് അവരുടെ കണക്കുകളൊക്കെ. അവരുടെ ഈ സിൽവർ സഹോദരന്മാരിൽ ഒരാളെ വധിച്ചതും ഈ ഒരു സ്കൂളിൽ വെച്ചാണ്.
അതുപോലെ ഈ സിനിമാ സഹോദരന്മാരിൽ ഒരാളെ വലിച്ചെറിയും. അതെ അതെ, പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്റ്റിങ്ഷൻ അവർ പാലിക്കില്ല. പിന്നെ സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി പറഞ്ഞു. പ്രൊപ്പോർഷണാലിറ്റിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു ടെററിസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി 100 ആൾക്കാരെ കൊല്ലേണ്ടി വരുന്ന ഒരു അവസ്ഥ ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഈസ് നോട്ട് കംപ്ലൈയിങ് വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഇസ്രായേൽ നേരെ തിരിച്ച് ഇസ്രായേൽ ഈ മറ്റൊരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രിക്കോഷൻ എന്ന് പറയുന്നത്. അവര് ഇതൊന്നും പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അവര് ലീഫ്ലെറ്റ് അയച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് മെസ്സേജസ് അയക്കുന്നുണ്ട്, ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ തുറന്നിട്ടുണ്ട്. ഇതൊക്കെ എത്നിക് ക്ലെൻസിങ്ങിനും ജനസൈഡിനും വേണ്ടിയാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് നേരെ അങ്ങ് ബോംബിട്ടാ പോരെ. ഈ 60,000 കണക്കാണ്. 60,000 എന്നുള്ളതാണല്ലോ ഇപ്പൊ ഹെൽത്ത് മിനിസ്ട്രി, ഗാസ ഹെൽത്ത് മിനിസ്ട്രി എന്ന് പറയുന്ന ഹമാസ് റൺ ഹെൽത്ത് മിനിസ്ട്രി. ഇവരുടെ കണക്ക് നേരത്തെ പറഞ്ഞു ബ്രോഡ്ലി കറക്റ്റ് ആണ്. ശരിയാണ്, പറഞ്ഞത് കറക്റ്റ് ആണ്. 2014 their figures were broadly accurate. അതിന് കാരണമുണ്ട്. കാരണം അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഇന്റർനാഷണൽ ഏജൻസീസ് അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ ഇല്ല ഏജൻസീസ്. അവര് പറഞ്ഞ ഈ 60,000 എന്ന് പറയുന്ന കണക്കില് വൈ ദേ ആർ നോട്ട് ഡിഫറൻസ് എന്താണ് കോമ്പറ്റൻസും സിവിലിയൻസും തമ്മിലുള്ള നമ്പർ എന്തുകൊണ്ടാണ്? അത് ക്രൂഷ്യലാണ്. ഈ ഒരു കണക്കിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. എത്ര സിവിലിയൻസ് കൊല്ലപ്പെട്ടു, എത്ര കോമ്പറ്റൻസ്. അപ്പൊ ഹമാസിന്റെ ആരും കൊല്ലപ്പെട്ടില്ല, ഹമാസ് എല്ലാം സിവിലിയൻസ് ആണ്. അങ്ങനെ ഒരു പിന്നെ കുട്ടികൾ കൊല്ലപ്പെട്ടു. കുട്ടികളുടെ ഈ നമ്മളറിയാം യൂണിസെഫിന്റെ ഡെഫിനിഷൻ പ്രകാരം എ പേഴ്സൺ അണ്ടർ 18 ഈസ് എ ചൈൽഡ്. ഹമാസ് പിന്നെ കുട്ടികളെ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളത് ഈ വളരെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. അവര് ഹൗ ദേ ആർ യൂസിങ് ചിൽഡ്രൻ. അത് ഈ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള ഹ്യൂമൻ ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള ഏജൻസികൾ വെളിപ്പെടുത്തിയാണ്. അപ്പൊ ആ ഫിഗേഴ്സ് എത്രയാണ്? ഈ ഒരു ഡിസ്റ്റിങ്ഷൻ, ക്രൂഷ്യലായിട്ട് ഡിസ്റ്റിങ്ഷൻ അവർ വെളിപ്പെടുത്താത്തത് തന്നെ ഈ കണക്കുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ എത്രയാണ് നാച്ചുറൽ ഡെത്ത്? എത്ര ഞാൻ പറഞ്ഞു, ഹെൻറി ജാക്സൺ സൊസൈറ്റി അവരൊരു ഇത് പ്രകാരം അവര് കണ്ടെത്തി. നേരത്തെ ഒരു 34,000 ഒക്കെ ഡെത്ത് ആയിരുന്ന സമയത്ത് അവരുടെ ഒരു റെവലേഷൻ എന്ന് വെച്ചാല് 3,400ഓളം ആൾക്കാരുടെ പേരിലെ ലിസ്റ്റ് ഈ പറഞ്ഞ ഹമാസിന് ഹെൽത്ത് മിനിസ്ട്രിയുടെ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ആക്കപ്പെട്ടിരിക്കുന്നു. ആരും ശ്രദ്ധിക്കപ്പെടാം. അപ്പൊ ദേ ആർ മാനിപ്പുലേറ്റിംഗ് ദ ഫിഗേഴ്സ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ജനസൈഡിൽ ഇന്ത്യൻ ശരിക്കും ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഹ്യൂമാനിറ്റേറിയൻ കോറിഡോറും ലീഫ്ലെറ്റ്സും ഒന്നും ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. ഈവൻ ഇൻ സർട്ടൻ കേസസ് ദേ ഡ്രോപ്പ് ഈ എന്താണ് സാമ്പിൾ ചെറിയ ബോംബുകൾ ഉണ്ടല്ലോ, വാർണിംഗ് ബോംബ്സ്, ഇവാക്വേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള വാർണിംഗ് ബോംബ്സ്. അല്ല, അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഗാസയിലേക്ക് വൈദ്യുതിയും മറ്റ് ആഹാര സഹായങ്ങളും ഒക്കെ എത്തിക്കേണ്ട കാര്യവും ഇല്ലല്ലോ. അല്ലെ, വംശത്തേക്ക് വേണ്ടി ഇടുവാണെങ്കിൽ അല്ല, അവിടെ ആ പോയിന്റ് അത് ക്ലിയർ ആണ് അച്ഛന. കാരണം നമുക്കിപ്പോ ഈ തന്നെ പല വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇസ്രായേൽ പട്ടാളക്കാരുടെ മുന്നിൽ വളരെ ആക്രോശത്തോടുകൂടി ഗാസയിലെ സ്ത്രീകളും കുട്ടികളും ഒക്കെ പിന്നെ ഷൗട്ട് ചെയ്യുന്നതിന്റെയൊക്കെ വീഡിയോകളുണ്ട്. അപ്പൊ അത് അവരോടുള്ള ഇസ്രായേലിന്റെ പട്ടാളക്കാരുടെ പ്രതികരണമൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇതേപോലെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കും, ഒരു ഹമാസ് പോരാളിയുടെ മുന്നിൽ ഒരു ഇസ്രായേൽ കുട്ടിയോ സ്ത്രീയോ ഇതുപോലെ പ്രതികരിച്ചാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നതെന്നൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായും ഒരു മനുഷ്യത്വപരമായ രഹിതമായ പ്രവർത്തനങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല ഈ യുദ്ധം എന്ന് പറയുന്നത് ഒരു ഇല്ലീഗലാണെന്ന് പറയാത്ത സ്ഥിതിക്ക് അതില് യുദ്ധ കരാറുകൾ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നുള്ള കാര്യങ്ങൾ ഹമാസ് കൃത്യമായ അതിന്റെ മുന്നറിയിപ്പുകളും ഒക്കെ ചെയ്തുകൊണ്ട് ചെയ്യുന്ന യുദ്ധങ്ങളാണ്. പിന്നെ മാത്രമല്ല ഈ യുദ്ധത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഈ സ്ത്രീകളും കുട്ടികളെയും കൊല്ലപ്പെടുന്നത് ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നത് അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു നഷ്ടമാണ്. അത് ഉണ്ടാകേണ്ടതാണ്, അനിവാര്യമായ ഒരു രക്തസാക്ഷിത്വമാണെന്ന് ഹമാസ് നേതാക്കൾ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആർക്കാണ് യഥാർത്ഥത്തിൽ മനുഷ്യത്വരഹിതമായ പ്രവൃത്തി, ആരുടെ ഭാഗത്തു നിന്നാണ് സിവിലിയൻസിന് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത പ്രവൃത്തികൾ ഉണ്ടാകുന്നത്? സ്വന്തം രാജ്യത്ത് ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന രീതി, ഇപ്പം ട്രക്കുകൾ വരുമ്പം അതിനെതിരെ തട്ടിക്കൊണ്ടു പോവുക, അത് പിന്നെ സ്വന്തം ജനങ്ങൾക്ക് നേരെ നിറയൊഴിക്കുക. ഒരിക്കലും ഒരു ഇസ്രായേൽ പട്ടാളം സ്വന്തം ജനതയ്ക്ക് നേരെ നിറയൊഴിക്കുക. അപ്പം ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എവിടെയാണ് നമ്മൾ ഇതില് ലോജിക്കായിട്ട് നമുക്ക് ഒരു വംശഹത്യ നടത്തുന്നു എന്നൊക്കെ
നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും ഒരു യുദ്ധത്തില് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട്, ഒരുപാട് പേര് മരണപ്പെടുന്നു, കൊല്ലപ്പെടുന്നു ഒക്കെ, അതൊക്കെ സമ്മതിക്കാം. പക്ഷെ അതിന് ഒരു വംശഹത്യ എന്ന ടാഗ് അതേസമയം ഇതേ സമയത്ത് നടക്കുന്ന സുഡാനിലൊക്കെ നടക്കുന്ന ആ വംശഹത്യ നമ്മൾ എന്തുകൊണ്ട് അത് മാധ്യമങ്ങളിൽ ഇത്ര ശ്രദ്ധ വരുന്നതുമില്ല? അതൊരു നിങ്ങൾ അവസാനം പറഞ്ഞത് സത്യമാണ്. സുഡാനിലും ഒക്കെ നടക്കുന്ന വലിയ തോതിലുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ദാരുണമായിട്ടുള്ള മരണങ്ങളും അതുപോലെയുള്ള ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഒന്നും മീഡിയ കവർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര വാർത്തകൾ വരുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഏറ്റവും മോറലി വിയേർഡ് ആയിട്ടുള്ളതും മോറലി വീക്ക് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് ഇസ്രായേലിൽ ഇത്രയും അറബ് വംശജരുണ്ടല്ലോ, അല്ലെങ്കിൽ ഗാസയിൽ നിങ്ങൾ ഈ 60,000 എന്ന് പറഞ്ഞ നമ്പർ അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ 60,000 പേരെ അല്ലേ കൊന്നിട്ടുള്ളൂ. ഇസ്രായേലിന് വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ എല്ലാവരെയും കൊന്നു തീർക്കാമായിരുന്നു എന്ന് പറയുന്നത് ഏറ്റവും മോറലി വീക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ മോറലി ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ്. അതല്ല, that does not prove that there was not a genocide. അതെങ്ങനെ ക്രൂരമാകുമെന്ന് കൂടെ പറയണം. That's first കാരണം thing. ജനസൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ വംശത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളതല്ലേ? അല്ലേ, ഒരു വംശത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളതല്ലേ? Intent, there is an intent to do that എന്നാണ് ഇങ്ങനെയുള്ള അക്യൂസേഷൻസ് പറയുന്ന ഇൻഡിപെൻഡന്റ് സ്കോളേഴ്സ് അവകാശപ്പെടുന്നത്. I told you, I am not a genocidal scholar. ഞാൻ അവിടെ ജനസൈഡ് നടത്തുന്നു എന്ന് അവകാശപ്പെടാനല്ല ഞാൻ ചെയ്യുന്നത്. What I said is, there are people. No, Rakesh, you are not letting me talk. You made your point. Now, can I say what I want to say? അല്ല, ഇപ്പോഴും പോയിന്റ് കറക്റ്റ് ആണല്ലോ. വംശഹത്യ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വംശത്തെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യുന്നുള്ള അർത്ഥമാക്കണം. അപ്പൊ റഷ്യ ഇപ്പൊ ഉക്രൈനിൽ ഉള്ള ആക്രമണം ഒരു വംശഹത്യ നമുക്ക് പറയാൻ പറ്റുമോ? അപ്പം അത് ഇതേ മാനദണ്ഡമാണെങ്കിൽ അതൊരു വംശഹത്യയാണല്ലോ. ഗാസയിൽ ജീവിക്കുന്ന പാലസ്തീനിയൻ ജനതയെ അവിടെ നിന്നും തുടച്ച് നീക്കി ഇല്ലാതാക്കാനുള്ള ഇന്റന്റ് ഹമാസിനെ തുടച്ച് അല്ല, ഗാസയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹമാസ് അല്ല, ഗാസയിലെ ജനങ്ങളെ, പാലസ്തീനിലെ സാധാരണ ജനങ്ങളെ, സ്ത്രീകളെയും കുട്ടികളുണ്ടാക്കുന്ന സാധാരണ ജനങ്ങളെ എല്ലാം തുടച്ച് നീക്കുക എന്നുള്ള വാദം എവിടെയാണ്? ഇസ്രായേൽ ഉണ്ടെന്ന് ഇരിക്കട്ടെ, അങ്ങനെ ഇന്റൻഷൻ ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ അവരങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് ഉദ്ദേശിക്കാം. പക്ഷെ അതിന് നമ്മുടെ മുന്നിൽ ഒരു തെളിവുകൾ വേണ്ടേ? നമുക്ക് ഈ പറയുന്ന അങ്ങനെ ഒരു വാദം ഉണ്ടെങ്കിൽ അവർക്ക് എത്രയോ ഈസി ആയിട്ട് അത് ചെയ്യാം. മറിച്ച് അതല്ല നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ വീണ്ടും അത് അങ്ങനെ തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. 60,000 അതിൽ കണക്കുകളിൽ പറഞ്ഞതുപോലെ കണക്കുകൾ പലതും മാറ്റി പറയാറുണ്ട്. ഒരിക്കൽ 14,000 പറഞ്ഞത് പിന്നെ പെട്ടെന്ന് തന്നെ അത് 7,000 ആയി. കണക്കുകൾ നമ്മൾ ഇപ്പോഴും പരിഗണനയ്ക്ക് എടുക്കേണ്ട പലപ്പോഴും. കാരണം പ്രൊപ്പഗണ്ട ഉണ്ട്, രണ്ട് കണക്കുകൾ നമ്മൾ വിശ്വസിക്കേണ്ട. അതുകൊണ്ട് നമ്മൾ ആ ലോജിക്കായിട്ട് ചിന്തിച്ചാല് കണക്കുകൾ എത്രയാവട്ടെ, പക്ഷെ ഈ കൊല്ലുന്നത് ആ രാജ്യത്തെ ആ പ്രദേശത്തെ എല്ലാ ആൾക്കാരെയും കൊല്ലുന്ന രീതിയാണെങ്കിൽ ഈ നേരിട്ട് അവർക്ക് ആക്രമിച്ചപ്പോൾ റോക്കറ്റുകളൊക്കെ എപ്പോഴും എത്ര കുറച്ചും കൂടെ ആക്രമണത്തിലൂടെ കൂടുതൽ ആൾക്കാരെ കൊല്ലാൻ അവർക്ക് കഴിയുമായിരുന്നില്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതേ ആർഗ്യുമെന്റ് ആണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് എക്സാക്ട്ലി ഞാൻ പറഞ്ഞത് ഈ ആർഗ്യുമെന്റിന് ഇപ്പോൾ 6 ലക്ഷം ജൂതന്മാരെ നാസി ജർമ്മനി കൊന്നൊടുക്കി എന്ന് നമ്മൾ പറയുന്നു. എല്ലാ ജൂതന്മാരെയും ജർമ്മനി കൊന്നൊടുക്കിയിട്ടില്ല. 6 ലക്ഷം പേരെ അല്ല, അവരെ ഉദ്ദേശം പക്ഷെ ഏതെങ്കിലും ജൂതനെ അല്ലല്ല അത് വാലിഡാണ്. കാരണം ഏതെങ്കിലും ഒരു ജൂതനെ വന്നിട്ട് അതിനെ കൊല്ലുന്നില്ല പൊക്കോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരു ജൂതനെ മുന്നിൽ വന്നാൽ ആ ജൂതനെ കൊല്ലുതന്നെ ചെയ്ത്, അല്ലെങ്കിൽ അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ അവനെ ഉന്മൂലനം ചെയ്യാന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയല്ലേ പെരുമാറുന്നത്. അതേസമയം പാലസ്തീനിലെ എല്ലാ ജനങ്ങളെയും കൊല്ലാൻ വേണ്ടി തന്നെയാണോ ഇനിയും കൊല്ലാമായിരുന്നില്ലേ എന്ന് പറഞ്ഞ നിങ്ങളുടെ ആർഗ്യുമെന്റ് ആണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് ഡസന്റ് സ്റ്റാൻഡ് മോറലി. അല്ല, അത് എവിടെയാണ് നമുക്കൊരു തെളിവ് വരുന്നത്? അതിന് കൊല്ലാൻ കിട്ടിയ അവസരങ്ങളെല്ലാം അവർ ഉപയോഗിക്കുന്നുള്ളതിന്റെ തെളിവ് പോലും നമ്മുടെ മുന്നിൽ ഇല്ലല്ലോ. രാകേഷ്, ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം. വർഷങ്ങളായി ഇതുവരെ ഇന്റർനാഷണൽ കോർട്ടുകൾ ജനസൈഡിന്റെ ഇതിനു വേണ്ടി പബ്ലിഷ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ള വാദങ്ങൾ, അതിന്റെ ഡിബേറ്റുകൾ, അതിന്റെ ഫൈനൽ റൂളിങ്സ്, അങ്ങനെ വർഷങ്ങളായി ലോകത്തിന്റെ എവിടെയെങ്കിലും വംശഹത്യ നടക്കുന്നുണ്ടോ എന്ന സംശയം, അല്ലെങ്കിൽ വംശഹത്യ നടക്കുന്നുണ്ട് എന്നുള്ള വാദങ്ങൾ എല്ലാം വ്യക്തമായി പഠിച്ചിട്ടുള്ള, വർഷങ്ങളായി ജനസൈഡ് പഠിക്കുന്ന സ്കോളേഴ്സ് ആണ്
ഈ സംശയം പ്രകടിപ്പിക്കുന്നത്. അതിനെ ഞാൻ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ജനസൈഡൽ ഇന്റന്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇപ്പോൾ ഗാസയിൽ നടക്കുന്നതും അവിടെ സ്ത്രീകളെയും കുട്ടികളെയും അല്ലാതെ സിവിലിയൻസിനെയും ടാർഗറ്റ് ചെയ്ത് നടക്കുന്ന അറ്റാക്കുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതും ഇപ്പോൾ നടക്കുന്ന ഗസയിലുള്ള ആളുകളെ മുഴുവനും ഗസയിൽ നിന്ന് മാറ്റണമെന്നും അവരെ മറ്റു രാജ്യങ്ങളിലേക്ക് പറഞ്ഞ മറ്റൊരു ഡിസ്പ്ലേസ്മെന്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്റ്റാൻഡായി പാലസ്തീനിയൻ ഇസ്രായേലി ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടിയാണ് നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. ഇത് രണ്ടും കൂടിയാണ് അല്ല, ഒരു യുദ്ധം എപ്പോഴും പൂർണ്ണമായും ധർമ്മത്തിന്റെ പക്ഷത്തേക്ക് ഒരു സാധനമൊന്നുമല്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ ആക്രമണം തന്നെയാണ്, അത് നമുക്കറിയാം. പക്ഷേ യുദ്ധത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ രാഷ്ട്രം യുദ്ധത്തിൽ ഏർപ്പെടുന്നു. പരമാവധി സിവിലിയന്മാരെ അതിൽ നിന്ന് ഒഴിവാക്കി യുദ്ധം ചെയ്യുന്നു. കൂടുതൽ ടാർഗറ്റ് ആയിട്ട് യുദ്ധം ചെയ്യുന്നു. പലപ്പോഴും സിവിലിയന്മാർ കൊല്ലപ്പെടുന്നതെല്ലാം അവരെ ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് കൊല്ലപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു യുദ്ധത്തിൽ മറ്റ് സമാനമായ പല യുദ്ധങ്ങളും നടക്കുമ്പോൾ അവിടെ ഒന്നും ഇല്ലാത്തൊരു വംശഹത്യാവാദം ഇവിടെ വരുമ്പോൾ അതിലെന്തോ അത് ഉൾക്കൊള്ളാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ഗാസയിൽ നടക്കുന്ന ഒരു വംശഹത്യയാണ് തന്നെയാണ് അഞ്ജന എപ്പോഴും വസ്തുനിൽക്കുന്നത്. ഓക്കെ, അപ്പം വംശഹത്യ എന്ന വാക്ക് നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്, ആ വാക്ക് ആദ്യം എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത് ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് അതനുസരിച്ച് ഗാസയിൽ നടക്കുന്ന ഒരു വംശഹത്യയാണോ എന്ന് കേൾക്കുന്നവർ പരിശോധിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറഞ്ഞുകൊണ്ട് ആ വിഷയം നമുക്ക് വിടാം. ഇനി മറ്റൊരു കൗതുകത്തിന് മറ്റൊരു ചോദ്യം ചോദിച്ചാൽ, ഇപ്പം ഈ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ മാധ്യമങ്ങളൊരു പ്രോ പാലസ്തീൻ ആയിട്ടാണ് വാർത്തകളെല്ലാം നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ വരുന്നത്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധമുണ്ട്. ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യമാണ് ഇസ്രായേൽ. മറ്റ് വാണിജ്യ ബന്ധങ്ങളുണ്ട്, മറ്റ് സൈനിക സഹായങ്ങൾ, പല രീതിയിലുള്ള ഒരു ഇന്ത്യയുടെ ഒരു നല്ല സുഹൃത്താണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. കേരള ഗവൺമെന്റിനെ ആയാലും അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ മന്ത്രിമാരും ഒക്കെ പല കാര്യങ്ങളും പഠിക്കാനൊക്കെ പോകുന്നത്, സംഘങ്ങളൊക്കെ പോകുന്നത് ഇസ്രായേലൊക്കെയാണ്. ആ ഒരു ബന്ധമുണ്ട്. രാജ്യം എന്ന രീതിയിൽ ഇസ്രായേലും ഇന്ത്യയും സൗഹൃദ രാജ്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതെന്തുകൊണ്ടാണെന്നാണ് അഞ്ജനയുടെ ഒരു നിരീക്ഷണം? കേരളത്തിലെ മാധ്യമങ്ങൾ കൂടുതലും ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ലോകത്ത് സമാനമായിട്ട് മറ്റ് ഒട്ടനവധി യുദ്ധങ്ങളും സംഘർഷങ്ങളും ദുരിതങ്ങളും പട്ടിണികളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ ഈ ഗാസയിലെ ഈ സംഭവത്തിലേക്ക് മാത്രം മാധ്യമങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഇത്ര പ്രാധാന്യം കൊടുത്ത് ഇരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് അഞ്ജനയുടെ ഒരു നിരീക്ഷണം. അത് കേരളത്തിൽ മാത്രമല്ല രാകേഷ്, നമ്മൾ ലോകമെമ്പാടും നോക്കിയാലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അല്ല, ഞാൻ അതിന്റെ കാരണമാണ് പറയുന്നത്. സുഡാനിലും യമനിലും ഒക്കെ പട്ടിണി പാവങ്ങളുണ്ട്, അവിടെ എല്ലാം സ്റ്റാർവേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഗാസ എന്ന് പറയുമ്പോൾ അത് വലിയൊരു വൈകാരികമായിട്ടുള്ള ഒരു വൈകാരികതയോടുകൂടിയാണ് ലോകമെമ്പാടും ആ ഒരു വിഷയത്തെ കാണുന്നത്. അത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന് ഒരു പൂർണ്ണമായും ഒരു എല്ലാ തരത്തിലുമുള്ള ഒരു മിലിറ്ററി ഫോഴ്സും പ്രോപ്പർലി നിങ്ങൾ പറയുന്ന പോലെ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെന്റും ഒക്കെയുള്ള ഒരു രാജ്യം, ഒരു സ്ഥലത്ത് അത് വർഷങ്ങളായി ഈ ഗാസ എന്ന് പറയുന്ന ഈ ചെറിയൊരു സ്ട്രിപ്പ്, നമ്മൾ ഗാസയെ പറയുന്നത് അതൊരു ഓപ്പൺ എയർ പ്രിസൺ ആണെന്നാണ്. എല്ലാ ഭാഗങ്ങളും ഇസ്രായേല് 3 ഭാഗങ്ങളും ഇസ്രായേലിനെ കൊണ്ട് ചുറ്റപ്പെട്ട്, അതുപോലെ ഒരു ലാൻഡ്, സീ, അതുപോലെ എയർ, ഈ 3 തരത്തിലും ബ്ലോക്കേഡ് ഉള്ള ഒരു ചെറിയ സ്ട്രിപ്പാണ് ഗാസ. ഇസ്രായേൽ ഓക്യുപ്പൈ ചെയ്യുന്ന ഒരു ലാൻഡാണ് ഗാസ. അവിടെ നിന്നും ഇപ്പൊ തന്നെ ഇത്രയും യുദ്ധങ്ങളും കാര്യങ്ങളും ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് എല്ലാം നടക്കുമ്പോൾ പോലും ആ ഒരു സ്ട്രിപ്പിനകത്ത് ട്രാപ്ഡ് ആയി കിടക്കുന്ന ജനങ്ങൾ അല്ലെ. ഇപ്പൊ സുഡാനിലും സിറിയയിലും യമനിലും എല്ലാം നമ്മൾ യുദ്ധത്തിന്റെയും പട്ടിണികളുടെയും കാര്യം പറയുമ്പോൾ അവിടെ നിന്നും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്യുന്നത് അല്ലെ. സേഫ്റ്റി അന്വേഷിച്ചും മറ്റ് ബെറ്റർ ലൈവ്ലിഹുഡ് അന്വേഷിച്ചും വയലൻസിൽ നിന്നുമെല്ലാം രക്ഷപ്പെട്ട് മറ്റ് യൂറോപ്യൻ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഗാസ എന്നൊരു സ്ഥലത്ത് അവിടെ ഒരു ട്രാപ്ഡ് ആയിട്ടുള്ള, ഇപ്പൊ ഈജിപ്ഷ്യൻ ബോർഡറിലേക്ക് അവർക്ക് കടക്കാൻ സാധിക്കുന്നില്ല. റഫ ബോർഡർ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്പൺ എയർ പ്രിസണിൽ കഴിയുന്ന, ഒരു ഓക്യുപ്പേഷനിൽ കഴിയുന്ന ഒരു ജനത എന്നൊരു വൈകാരികത ലോകമെമ്പാടും അതുപോലെ കേരളത്തിലും ഗാസ എന്ന് വരുമ്പോൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്ന് തോന്നുന്നു. കാരണം പട്ടിണിയും ക്രൂരതകളും മരണങ്ങളും യുദ്ധങ്ങളും എല്ലാ രാജ്യത്തും ഒരുപോലെയാണ്. പക്ഷെ ഗാസ വരുമ്പോൾ ഐ തിങ്ക് ദർ ഇസ് കൈൻഡ് ഓഫ് ആൻ ഇമോഷണൽ ടഗ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിനെതിരെ ലോകമെമ്പാടും 100,000-കണക്കിന് ആളുകളാണ് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്നത്. സുഡാന് വേണ്ടി നമ്മൾ കാണുന്നില്ല, യമന് വേണ്ടി കണ്ടിട്ടില്ല. സോ ദാറ്റ് ഈസ് ദേർ.
ഓക്കെ ഓക്കെ, അവിടെയാണ് തീർച്ചയായും വൈകാരിക പ്രശ്നം എന്ന് പറയുന്ന സാധനം ആദ്യമേ അഞ്ചനെ സൂചിപ്പിച്ചു വൈകാരിക വിഷയമാണെന്ന്. ഒരിക്കലും ഇത് വൈകാരിക വിഷയം എന്ന് പറയുമ്പോൾ ഇത് നമുക്കതിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വൈകാരികതയോ അല്ലെങ്കിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ ഇതിൽ ഒരു മാനവീയതയുടെ പേരിലുള്ള അല്ലെങ്കിൽ മനുഷ്യന് കഷ്ടപ്പെടുന്നതിനുള്ള വൈകാരികതയാണെങ്കിൽ അതേ വൈകാരികത നമുക്ക് സമാനമായ പലയിടത്തും തോന്നേണ്ടതാണ്. ഇതേ അവസ്ഥ അനുഭവിക്കുന്ന ഈ ഒരു പ്രദേശത്ത് മാത്രമല്ലെന്നും അറിയാം. അപ്പൊ നമ്മുടെ യഥാർത്ഥ ഒരു വൈകാരിക പ്രശ്നം എന്ന് പറയുന്നത് അത് മതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. കാരണം ഇതില് ഈ പ്രശ്നം തന്നെ അത് ഒരു രാകേഷിനാണ് അങ്ങനെ മനസ്സിലാവുന്നത്, എനിക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഈ പ്രശ്നത്തിലേക്ക് വന്നാൽ തന്നെ ഈ പ്രശ്നത്തിന്റെ മൂല കാരണം തന്നെ മതമാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാതെ പോകരുത്. കാരണം ഇസ്രയേൽ രാജ്യം രൂപീകരിക്കുന്ന സമയത്ത് അർജന്റീന, ഉഗാണ്ടയിലും മറ്റ് പല സ്ഥലത്തും അവർക്ക് അതിനുള്ള സാധ്യതകൾ ഉണ്ടായിട്ട് പോലും അവിടുത്തെ തീവ്ര വലതുപക്ഷ ജൂത സൈനിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാര് തന്നെ അവരുടെ വാഗ്ദത്ത ഭൂമി എന്നുള്ളവരുടെ മതകഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഇസ്രായേൽ രാഷ്ട്രം പാലസ്തീൻ ഈ പ്രദേശത്ത് രൂപീകരിക്കാൻ അവർ മുന്നോട്ട് വരുന്നത്. അതേപോലെ തിരിച്ചിപ്പുറത്തും ഗാസയുടെ ഭാഗത്തു നിന്നായാലും അവസാനത്തെ ജൂതന്മാരെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള ഒരു മതകഥയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. അല്ലെങ്കിൽ ലോകത്തെ എത്രയോ രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഒരിക്കലും തീരാത്ത പ്രശ്നങ്ങൾ പോലെ ഇങ്ങനെ നീർപ്പൂഞ്ഞി പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇതിന്റെ രൂഢമൂലമായ കാരണം മതപരമായ കാരണങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അഞ്ചനയുടെ വാദം ഗാസയിൽ നടക്കുന്നത് ഒരു വംശഹത്യയാണ് എന്ന് തന്നെയാണ്, അല്ലേ? ഓക്കെ, വംശഹത്യ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം വംശഹത്യ എന്താണെന്ന് നമ്മൾ ഒരു നിർവചനം കൊടുക്കണം. ആ നിർവചനത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണോ ഉള്ള കാര്യങ്ങളാണോ ഗാസയിൽ നടക്കുന്നതെന്നുള്ളത് മറ്റുള്ളവർ കേട്ട് വിലയിരുത്തട്ടെ. നമ്മൾ അതിൽ കൂടുതൽ തർക്കത്തിലേക്ക് പോകുന്നില്ല. ഇനി നമുക്ക് മുഹമ്മദ് നസീറിലേക്ക് പോകാം. ഇവിടെ ഈ വിഷയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പലപ്പോഴും ആദ്യം മുതലേ അച്ഛനെയും ഒക്കെ മുഹമ്മദ് നസീറും ഒക്കെ സൂചിപ്പിച്ചതാണ്. ഇതിൽ വൈകാരികമായ ഒരു വിഷയം കൂടിയുണ്ട്. അപ്പൊ വൈകാരികം എന്ന് പറയുമ്പോൾ നമുക്കൊരു ദേശീയതയുടെ വിഷയമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ വിഷയമോ ഒന്നുമല്ല. ഇതിൽ പ്രധാനമായും ഒരു വൈകാരികത മറ്റ് ലോകത്തുള്ള മറ്റ് പല യുദ്ധങ്ങളോടും സംഘർഷങ്ങളോടും കുടിയേറ്റങ്ങളോടും കഷ്ടപ്പാടുകളോടും യാതനകളോടും പട്ടിണികളോടും ഒന്നും തോന്നാത്ത ഒരു അതിവൈകാരികത കേരളത്തിൽ ഒരുപക്ഷെ ഈ വിഷയത്തോട് തോന്നുന്നതിൽ അതിന്റെ ഒരു മതപരമായ എലമെന്റ്സും കൂടെ ഉണ്ടാകാം. കാരണം ഈ വിഷയത്തിന്റെ അടിസ്ഥാന കാരണവും മതവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നതാണ്. ഇപ്പം ഇസ്രായേൽ രാജ്യത്തിന്റെ രൂപീകരണ സമയത്ത് തന്നെ ജൂതരാഷ്ട്രം നിർമ്മിക്കാൻ വേണ്ടി ഉഗാണ്ടയിലും അർജന്റീനയിലും അമേരിക്കയിലും മറ്റ് പലയിടത്തും ആഫ്രിക്കയിലും ഒക്കെ പിന്നെ രാജ്യങ്ങൾ രൂപീകരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നിട്ട് പോലും ഈ മതകഥയിലെ വാഗ്ദത്ത ഭൂമിയിൽ തന്നെ ഒരു ജൂതരാഷ്ട്രം വേണമെന്നുള്ള ആ ഒരു മതശാഠ്യം, അതുപോലെ തന്നെ ഈ ലോകത്തെ അവസാനത്തെ ജൂതനെയും കൊന്നെടുക്കുക എന്നുള്ള മറ്റൊരു മതശാഠ്യം, ഈ മതശാഠ്യങ്ങളാണ് ഈ പ്രശ്നത്തിന് പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം ലോകത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളും സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എക്കാലത്തും ഉള്ളതാണ്. അതൊക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരിഹരിക്കുകയും വളരെ ശത്രുതരായ രാജ്യങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി കഴിയുകയും നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഇത് ഒരിക്കലും തീരാത്തൊരു പ്രശ്നമായിട്ട് പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അതിലെ ഏറ്റവും പല കാരണങ്ങളുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മതാത്മകമായ ഈ വിഷയം തന്നെ ആണെന്നതും കൂടെ നമ്മൾ ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഈ വിഷയം സംസാരിക്കുമ്പോൾ. അതില് മുഹമ്മദ് നസീർ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ ജൂതന്മാരുടെ ഈ സയോണിസ്റ്റ് മൂവ്മെന്റിന്റെ ആദ്യത്തെ തുടക്കമിടുന്നത് തിയോഡോർ ഹെർസൽ എന്ന് പറയുന്ന ആളാണ്. ഈ ആദ്യകാലത്തെ സയണിസം എന്ന് പറയുന്നത് സെക്കുലർ സയണിസമാണ്, അല്ലാതെ റിലീജിയസ് സയണിസം അല്ല. ഈ തിയോഡോർസൽ സ്വന്തം മക്കളെ മതം പഠിപ്പിക്കാതെ വളർത്തിയ ഒരു ചേലാകർമ്മം നടത്തിയിട്ടില്ല എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. തിയോഡോർസലേ അദ്ദേഹത്തിന്റെ കുട്ടികളെ മതം പഠിപ്പിച്ചിട്ടില്ല, ചേലാകർമ്മം ചെയ്തിട്ടില്ല. ഒരു റിലീജിയസ് ഐഡന്റിറ്റി എന്നുള്ള രീതിയിലല്ല അദ്ദേഹം ജൂസിനെ കാണുന്നത്. അവിടുത്തെ അന്നത്തെ റഷ്യയില് അദ്ദേഹം റഷ്യയില് ആയിരുന്നു, യൂറോപ്പില് ആയിരുന്നു. ആ കാലത്ത് ഫ്രാൻസിലൊക്കെ ഉണ്ടായിരുന്ന ജൂത വിരോധമൊക്കെ ആന്റിസെമിറ്റിസം, ഈ ഡ്രൈഫസ് അഫയർ എന്നുള്ള പ്രമാദമായ കേസ്, അതൊക്കെ റിപ്പോർട്ട് ചെയ്തതിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു ജ്യൂസിനൊരു ഒരു ഹോംലാൻഡ് ഉണ്ടാവണം, അവരുടെ സുരക്ഷിതമായ ഒരു ഹോംലാൻഡ് എന്നുള്ള ആശയം വരുന്നത്. അത് ജൂസിന് ഒരു വൈകാരികമായിട്ടുള്ള ബന്ധം ഒരു പക്ഷെ അവരുടെ റിലിജ്യൻ, ഹിസ്റ്ററി, കൾച്ചർ, ലാംഗ്വേജ് ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ദേ ഹാവ് ലോങ് ഹിസ്റ്ററി എന്ന് പറയാം. അവിടുത്തെ ഒരു 3000 വർഷങ്ങൾക്ക് പഴക്കമുള്ളൊരു ഹിസ്റ്റോറിക്കൽ
കണക്ഷൻ അവർക്ക് ഈ കിങ്ഡം ഓഫ് ഇസ്രായേൽ, ബിബ്ലിക്കൽ കിങ്ഡം ഓഫ് ഇസ്രായേൽ ഉണ്ടായിരുന്നുള്ളത് ശരിയാണ്. അത് അവരുടെ എല്ലാ ഇപ്പം ജൂസിന്റെ പ്രാർത്ഥനയിലൊക്കെ എന്തെങ്കിലും ഒരിക്കൽ നാളെ, അതാണ് ബാബിലോണിലേക്ക് പോയപ്പോ ബാബിലോണിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോ നാളെ ജെറൂസലമിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളതാണ്. അല്ല, അടുത്ത വർഷം, നെക്സ്റ്റ് ഇയർ ഇൻ ജെറൂസലം എന്നാണ്. വി വിൽ മീറ്റ് ഇൻ ജെറൂസലം നെക്സ്റ്റ് ഇയർ. അപ്പൊ അത് ഉണ്ട്. ദേ ഹാവ് എന്താണ് അവർക്ക് ആ ലാൻഡിനോടുള്ള ലീഗൽ റൈറ്റ്, ദേ ഹാവ് മോർ റൈറ്റ്. കാരണം വെച്ചാൽ അതിന്റെ അർത്ഥം പലസ്തീനിയൻ അറബ്സിന് അവിടെ റൈറ്റ് ഇല്ല എന്നുള്ളതല്ല. ഈ ഓട്ടോമൻ എംപയറിന്റെ കൊലാപ്സിന് ശേഷം അവിടെ എല്ലാവർക്കും ഓരോരോ നാഷണാലിറ്റി എന്നുള്ള രീതിയിൽ വന്നു. അറബ്സിന് അറബ് നാഷണാലിറ്റി. അതിന്റെ ആദ്യകാലത്തെ ലീഡറായിരുന്നു ഫൈസൽ എന്ന് പറയുന്ന ആള്. ഫൈസലൊക്കെ ആദ്യത്തെ കാലത്ത് സയണിസത്തിനൊക്കെ അനുകൂലമായിരുന്നു, സയണിസ്റ്റ് മൂവ്മെന്റുമായിട്ട് സഹകരിച്ചു പോകുന്നതായിരുന്നു. പിന്നീടാണ് ഈ ഇസ്ലാമിക് റിലീജിയന്റെ ഒരു ഫണ്ടമെന്റൽ ഇത് വരികയും ഈ പാലസ്തീൻ എന്ന് പറയുന്നത്, അതായത് അന്നത്തെ മാൻഡേറ്റ് പാലസ്തീൻ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് വാക്കഫ് ആണെന്നും അത് ഇസ്ലാമിന്റെ റൂളിൽ വരേണ്ടതാണെന്നുള്ള ഒരു ബോധം വരുന്ന ആ കാലത്താണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇതിന് ഒരു റിലീജിയസ്, ഒരു ഇസ്ലാമിക് റിലീജിയസ് ഒരു ക്യാരക്ടർ വരുന്നത്. ഇപ്പോഴും ഈ പലസ്തീനിയൻ എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ പലസ്തീനിയനിസം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ ഉണ്ടാവുന്നില്ല. എന്താണ്, ഇസ്രായേലും പലസ്തീനും രണ്ട് സ്വതന്ത്രമായ രണ്ട് രാജ്യങ്ങളായി നിലനിൽക്കുന്നല്ല അവരുടെ വാദം. പലസ്തീൻ അവിടെ ഇപ്പം ഹമാസ് പോലുള്ള, ഇപ്പം ഫ്രം ദ റിവർ ടു ദ സീ എന്ന് പറയുന്നു. എന്താണ് ഫ്രം ദ റിവർ ടു ദ സീ? ഒറ്റ നേഷൻ. ഇന്ന് ഇസ്രായേലിൽ നിൽക്കുന്ന രാജ്യം മുഴുവൻ അവിടെ ഇസ്രായേലിനെ എലിമിനേറ്റ് ചെയ്യുക ആൻഡ് എസ്റ്റാബ്ലിഷ് ഇൻ അറബ് ലാൻഡ്. അല്ലാതെ പലസ്തീൻ എന്നുള്ള രാജ്യം പോലും താല്പര്യം ഉണ്ടാവില്ല. ദേ വാണ്ട് എൻ അറബ് ലാൻഡ്, എൻ ഇസ്ലാമിക് ലാൻഡ് ഇൻ ദി ജൂയിഷ് ലാൻഡ്, ജൂയിഷ് സ്റ്റേറ്റ്. ആ അർത്ഥത്തിൽ റിലിജിയൻ പ്ലേസ് എ ഗ്രേറ്റ് റോൾ. കാരണം ഈ പലസ്തീനിയൻസ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒരു സുപ്രിമാസിസ്റ്റ് വ്യൂ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. അവിടെ വേറെ ആരും പാടില്ല. ആലോചിക്കുക, ഒരു 22 ഇസ്ലാമിക് രാജ്യങ്ങളുള്ള സ്ഥലത്താണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു ചെറിയ കൊച്ചു രാജ്യം പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു ഒരു ഒരു ആസ്പിറേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്നത്തെ ഹമാസിനും അതുപോലുള്ള മറ്റ് ഫനാറ്റിക് ഓർഗനൈസേഷനൊക്കെ ഉള്ളത്. കുറെയെല്ലാം അറബ് രാജ്യങ്ങളൊക്കെ കുറെ മാറി, അവർ ദേ ആർ റെഡി ടു അക്സെപ്റ്റ് ഇസ്രായേൽ. ഈജിപ്ത് റെഡി, ജോർഡൻ റെഡിയായി, UAE, ഈവൻ സൗദി വാസ് വില്ലിംഗ് ടു അക്സെപ്റ്റ് ഇസ്രായേൽ. ഈ വാർ വന്നില്ലായിരുന്നുവെങ്കിൽ, October 7 ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അതും നടക്കുമായിരുന്നു. ഈ October 7 അറ്റാക്കിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഈ എബ്രഹാം അക്കോർഡില് സൗദി അറേബ്യ വരുന്നത് തടയുക ഉള്ളതായിരുന്നു. അത് വളരെ പ്രകടമാണ്. റിലിജിയൻ പ്ലേസ് എ റോൾ. ഇതിലൊരു മതത്തിനൊരു പ്രധാനപ്പെട്ട റോളുണ്ട്. പക്ഷെ അതൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ മസ്തിഷ്കപരമായ ഒരു മാറ്റം, അതായത് ഈ ഒരു മതാത്മകതയിൽ നിന്നൊരു മോചനം നേടുന്ന ഒരു ജനതയൊന്നും ഒരിക്കലും നമുക്ക് പാലസ്തീൻ പോലുള്ള പ്രദേശത്ത്, നമ്മുടെ ഇന്ത്യയിലൊക്കെ തന്നെ നമുക്കറിയാം. അപ്പോൾ ഒരിക്കലും പാലസ്തീൻ പോലുള്ള പ്രദേശത്ത് ഇത്തരത്തിലുള്ള മതവിമർശനപരമായ അല്ലെങ്കിൽ മതത്തിനെതിരായിട്ടുള്ള ചിന്തകൾ പോലും വിത്തുവാകിയിട്ടില്ലാത്ത പ്രദേശത്ത് അത്തരത്തിലൊക്കെ ഒരു മാറ്റത്തിലൂടെയൊന്നും ഇതിന് പരിഹാരമൊന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഭാവിയിൽ അല്ലാത്തുള്ള രാഷ്ട്രീയപരമായ, നയതന്ത്രപരമായ, വാണിജ്യപരമായ പല വിഷയങ്ങളുടെയും മാറ്റങ്ങളൊക്കെ ഉണ്ടായി അവിടെ നല്ലൊരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നും ഇതൊരു ലോകത്തിനൊരു വേദനയായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു വിഷയം. അത് മാനവീയതയുള്ള ഏത് വ്യക്തിക്കും ഒരിക്കലും അതിനോട് കണ്ണടച്ച് നിൽക്കാനോ അല്ലെങ്കിൽ ആ ഒരു വേദനകളോട് ഒരു പക്ഷം പിടിക്കാനോ ഒന്നും പറ്റില്ല. നമുക്ക് രണ്ട് പക്ഷത്തും ഉള്ള വാർത്തകളിൽ ഒരു ലോജിക്കൽ തിങ്കിങ്ങിലൂടെ അതിനെ വിലയിരുത്തുവാനും കൂടുതൽ ന്യായമായ പക്ഷത്ത് ഒരു വാദത്തിന് വേണ്ടി നമുക്ക് നിലനിൽക്കാനും മാത്രമേ ഈ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് സാധിക്കുന്നു. എന്തായാലും ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ആ ഈ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ ഒരു അറുതി സമീപഭാവിയിലെങ്കിലും ഉണ്ടാകട്ടെ എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഈ വിഷയത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷേ സമയത്തിന്റെ പരിമിതികളൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ കുറെ സമയം അധികരിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത അഞ്ജന ശങ്കർ, നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്. തിരക്കിനിടയിലും കുറച്ച് സമയം
എസൻസിന് വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇനിയും നമ്മുടെ ചർച്ചകളിലൊക്കെ ക്ഷണിക്കാം. ഹലോ അഞ്ജന, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അതുപോലെ മുഹമ്മദ് നസീർ, രണ്ടുപേർക്കും നന്ദി. നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കും.